ദൈവവചനത്തിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരാം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 3-ാം വാക്യം, മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 4-ാം വാക്യം വായിക്കാം. സോദരം, ഇനി മർക്കോസ് 13:4. മതി. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കണ്ണടച്ചിരിക്കുമ്പോൾ, കർത്താവേ, എന്നോട് നിൻ്റെ ആത്മാവ് സംസാരിക്കണം. ഒരുപക്ഷെ നമ്മളൊക്കെ കേട്ടിട്ടുള്ള വായിച്ചിട്ടുള്ള ഭാഗങ്ങളാണ് ഇന്ന് രാത്രിയിൽ നമ്മൾ വായിക്കാൻ പോകുന്നത്. അതൊരു പഴമയുടെ നിലവാരത്തിൽ എനിക്കറിയാം എന്ന് ചിന്തിച്ച് നിങ്ങൾ തള്ളിക്കളഞ്ഞാൽ ആ വചനത്തിൻ്റെ ക്രിയ നിങ്ങളിൽ നടക്കുകയില്ല. കർത്താവേ, ഈ വചനത്തിൻ്റെ മുമ്പിൽ ഞാൻ ആകേണ്ടതുപോലെ ആകുവാൻ നിൻ്റെ ആത്മാവ് എന്നിൽ ക്രിയ ചെയ്യണം. ഒരു പോഷണ പോലെ എന്ന ഇതാ നിൻ്റെ കരങ്ങളിലേക്ക് തരികയാണ്. ഉള്ള തുറന്നെല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുമോ? പരിശുദ്ധനായ ദൈവമേ, വിലപ്പെട്ട ഈ രാത്രിക്ക് നന്ദി. ചില നാളുകളായി ആഗ്രഹിച്ച് ക്രമീകരിച്ചിരിക്കുന്ന തിരുവചനത്തെക്കുറിച്ചുള്ള പഠിപ്പിക്കുന്ന ഈ അവസരത്തിനായി നന്ദി. കൂട്ടിക്കൊണ്ടുവന്ന ജനത്തിനായി സ്തോത്രം. ഇതിനകത്ത് കയറിയ ഒരെണ്ണം പോലും നഷ്ടപ്പെട്ടു പോകരുത്. ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഒരു ജീവിതം പോലും ദൈവകൃപയിൽ നിന്നും മാറിപ്പോകരുത്. ഇതവർക്ക് വൃഥാവായി തീരരുത്. ഇതിനു വേണ്ടിയുള്ള മുതൽ മുടക്ക്, അധ്വാനം, പ്രാർത്ഥന, ക്രമീകരണം ഒക്കെ നീ നന്മയ്ക്കായി ഓർക്കണമേ. ഈ സഭയെ ദൈവം അനുഗ്രഹിക്കണമേ. കഥാവേ, ഇന്ന് രാത്രി ജനത്തോട് സംസാരിക്കണമേ. ഏകാഗ്രതയോടെ ജനത്തെ ഇരുത്തണമേ. സകല അന്യ ചിന്തകളെയും വിശ്വാസിക്കുന്നു. ഇവിടെ ഇരുന്നവർ ഏകാഗ്രതയോടെ തിരുവചനം പിടിച്ച് ഏറ്റെടുക്കുമ്പോൾ അവരുടെ ശരീരത്തിലും അവരുടെ ജീവിതത്തിലും വേണ്ടുന്ന വിടുതലുകളും വേണ്ടുന്നതായ ആവശ്യങ്ങളുടെ നിവർത്തികളും ദൈവം അയക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് എല്ലാം ഏൽപ്പിക്കുന്നു, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമ്മുടെ കരങ്ങളെ ഉയർത്തിപ്പിടിച്ചൊരു ഹല്ലേലൂയ പറയാം. ഒരിക്കൽ കൂടെ ഏകാഗ്രതയോടെ എല്ലാവരും ഇരിക്കണം. സ്തോത്രം. തുടക്കത്തിൽ ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്തത്, അറിഞ്ഞിട്ടില്ലാത്തത്, വായിച്ചിട്ടില്ലാത്തത് ഒന്നും പറയാൻ എൻ്റെ കയ്യിലില്ല. എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകത്തിൽ നിന്ന് മാത്രമേ ഉള്ളൂ. ഇന്നത്തെ ആധുനിക ലോകത്തിൽ ധാരാളം തിയോളജികളും ആർക്കും മനസ്സിലാകാത്ത കുറേ പ്രബന്ധങ്ങളും ബാക്കി ബയോളജികളും ഒക്കെ ഇറക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഞാനത് പഠിച്ചിട്ടില്ല. പഠിച്ചവരോട് എനിക്ക് വിരോധവും ഇല്ല. ഞാൻ ഈ പച്ച വചനം പച്ചയായിട്ട് തന്നെയാണ് പഠിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എങ്ങനെ എഴുതിയിരിക്കുന്നുവോ അങ്ങനെ പഠിച്ചിരിക്കുന്നു, അങ്ങനെ വായിച്ചിരിക്കുന്നു. അത് ഞാൻ നിങ്ങളോടും പറയും. അല്ലാതെ ഇതിനകത്ത് പിന്നെ ഹിസ്റ്റോറിക്കലായിട്ടും ശാസ്ത്രീയമായിട്ടും അതൊന്നും ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല. കാരണം അത് പഠിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, പക്ഷെ പഠിച്ചൊരുത്തനും ഗുണപ്പെട്ടിട്ടില്ല. അതാണ് കാര്യം. ഈ കൂടുതൽ പഠിച്ചു വരുമ്പോൾ അവൻ പറയുന്നത് എന്തോന്നറിയാം, ഇതിനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ലെന്നാണ്. ഈ അടുത്ത സമയത്ത് ബിബ്ലിക്കലായി ഇത്തിരി ഡിഗ്രി എടുത്ത ഒടുവിൽ ഡോക്ടറേറ്റ് എടുത്ത ഒരാളുമായിട്ട് സംസാരിച്ചപ്പോഴേ ചില കാര്യങ്ങൾ വചനത്തിൽ നിന്ന് ഞങ്ങൾ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞ ആ സിറ്റുവേഷനിൽ, ആ സാഹചര്യത്തിൽ അന്നത്തെ അവരുടെ സംസ്കാരം, പരിഷ്കാരം, നിലവാരം, കാര്യങ്ങൾ ഒക്കെ വച്ച് അത് എഴുതേണ്ടി വന്നു. ഓക്കെ.
അപ്പോൾ പഴയ നിയമം ഇസ്രായേലിന് വേണ്ടിയും അതിൽ പ്രവാചകന്മാരെ തെറ്റിപ്പോയവരെ ക്രമീകരിക്കാൻ വേണ്ടിയും, പിന്നെ യേശു വന്ന് പലസ്തീനിലുള്ള ആൾക്കാരോടും അതിൽ വിശ്വാസത്തിൽ വന്നവരോട് ലേഖനങ്ങളും എഴുതി. അല്ലേ? അല്ലേ? ഇപ്പം ചുരുക്കി പറഞ്ഞാൽ നമുക്കൊന്നും എഴുതിയിട്ടില്ല. ഉണ്ടോ? ഉണ്ടോ? ഇല്ല. പിന്നെ എന്തിനു നമ്മൾ ഈ ചുമ്മിക്കൊണ്ട് നടക്കുന്നത്? പഴയ നിയമം ഇസ്രായേലിന് എഴുതി, പുതിയ നിയമം ഞാൻ പറഞ്ഞല്ലോ യേശു പഠിപ്പിച്ചവരും പഠിച്ച് മുമ്പോട്ട് വന്നവരും സ്ഥാപിക്കപ്പെട്ട സഭകൾക്കും വേണ്ടി എഴുതി. അല്ലേ? നമുക്കൊന്നും എഴുതിയിട്ടില്ല. പിന്നെ എന്തിനാ നമ്മളിത് ചുമന്നുകൊണ്ട് നടക്കുന്നേ? അവസാനം ആ മനുഷ്യനോട് ഞാനിത് തന്നെ ചോദിച്ചു, എന്തിനാ സാറേ നിങ്ങളിതും ചുമന്നുകൊണ്ട് നടക്കുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് തുടക്കത്തിലെ ദൈവമക്കൾ ഈ പച്ചവചനം പച്ചയായിട്ട് തന്നെ പഠിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. അതിനാണ് പൗലോസ് നമ്മേക്കാൾ കുറഞ്ഞ വ്യക്തിയല്ലല്ലോ. പൗലോസ് പറഞ്ഞത്, പുറകെ വന്ന ചെറു ശിഷ്യരോട് പറഞ്ഞത്, വചനം പ്രസംഗിക്കുക. സ്തോത്രം. ശാസ്ത്രം പ്രസംഗിക്കാനല്ല. ചെയ്യുന്നവരോട് എനിക്ക് വെറുപ്പില്ല, കാരണം എനിക്ക് വിവരമില്ലാത്തതുകൊണ്ട് വിവരമുള്ളവർ പറഞ്ഞോട്ടെ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. പ്രൈസല്ലോ. ഹല്ലേലൂയ. പക്ഷേ വചനത്തിൻ്റെ ക്രിയ മറ്റൊന്നിലും നടക്കത്തില്ല. വചനത്തിൽ കൂടെ വ്യാപരിക്കുന്നത് വചനത്തിൻ്റെ ഉടയവനായ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാണ്. സ്തോത്രം. ഹല്ലേലൂയ. പഠിക്കുന്ന വചനം സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന വചനമാണ്. വായിച്ച 119 സങ്കീർത്തനം 89 വാക്യം. 119 89. അപ്പോൾ സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനമാണ് ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്നത്. ഇതിൻ്റെ ഒറിജിനൽ കോപ്പി സ്വർഗത്തിലിരിക്കുകയാണ്. അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റാണ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നത്. ആമേൻ. ഇനി ഈ വചനം ആർക്ക് വേണ്ടിയാണ് എഴുതപ്പെട്ടിരിക്കുന്നത്? ആവർത്തന പുസ്തകം 33 അധ്യായം അതിൻ്റെ 2 മുതൽ താഴോട്ട് വേഗം ഒന്ന് വായിക്കാം. ആർക്ക് വേണ്ടി? അടുത്ത് സീനായിൽ നിന്ന് ഒരു വാക്ക് ഒരക്ഷരം പോയാൽ പോയി. സ്തോത്രം. വന്നു, ഉദിച്ചു, വിളങ്ങി, വന്നു. എന്തോ കേട്ടു? അവർക്ക് വേണ്ടി അഗ്നിമയമായൊരു പ്രമാണം. എല്ലാവരും കേട്ടോ? കയ്യിലിരിക്കുന്ന പുസ്തകം ഏതാ? അഗ്നിമയമായൊരു. അതുകൊണ്ട് ഇതിനോടും കളിക്കരുത്, ഇത് കയ്യിൽ വെച്ചും കളിക്കരുത്. തലയ്ക്ക് പിടിച്ചോ? ഇതിനോടും കളിക്കരുത്, ഇത് കയ്യിൽ വെച്ചുകൊണ്ടും ഇത് തീക്കളിയായിരിക്കും. സ്തോത്രം. ആമേൻ. അഗ്നിമയമായൊരു പ്രമാണം വലങ്കയിലുണ്ടായിരുന്നു. അടുത്ത് സ്നേഹിക്കുന്നു, സകല വിശുദ്ധന്മാരും തൃക്കൈയിലിരിക്കുന്നു. ശ്രദ്ധിക്കൂ, വലങ്കയിൽ പ്രമാണമാണെങ്കിൽ വിശുദ്ധന്മാർ ഏത് കയ്യിലിരിക്കുന്നു? ഇടം കയ്യിലിരിക്കുന്നു. അപ്പോൾ ഇടം കയ്യിൽ വിശുദ്ധന്മാർ, വലങ്കയിൽ അവർക്ക് വേണ്ടിയുള്ള പ്രമാണം. പ്രൈസ് ഗാഡ്. സ്തോത്രം. എന്നിട്ട് അടുത്ത് ആര്? വിശുദ്ധന്മാർ. അപ്പൊ ഈ പഠിക്കാൻ മനസ്സുള്ളവർ എവിടെ ഇരിക്കണം? തലയിൽ കയറി ഇരിക്കരുത് കേട്ടോ. അപ്പൊ ഇരിപ്പ് കണ്ടാലും ഒന്നും മനസ്സിലാകും കേട്ടോ. ഇരിക്കുന്നവരെ കേട്ടോ, വിളമ്പാൻ തുടങ്ങുന്നതിന് മുമ്പേ തിന്നാനുള്ളവരോട് യേശു ഒരു കാര്യം പറഞ്ഞു. 50 വീതം പന്തിയായി ഇരിക്കാൻ പറഞ്ഞു. മനസ്സിലായോ എന്തോ? പന്തി തെറ്റിക്കാതെ ഇരിക്കണം, പന്തിയിലിരിക്കണം. സ്തോത്രം. വ്യവസ്ഥയ്ക്ക് വിധേയമായിരിക്കണം, മനസ്സുറപ്പിച്ചിരുത്തണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അലംഭാവത്തോടെയും അഹങ്കാരത്തോടെയും ദൈവം സ്നേഹിക്കരുത്.
ചിലർ ദൈവസന്നിധിയിൽ വന്നാലും ഒരുപാട് കയ്യും നീട്ടി കാലും നീട്ടി വല്ലാത്ത ഒരു രീതിയിൽ തമ്പുരാൻ വന്നത് കാൽക്കലിരുന്നോട്ടെ എന്ന് വിചാരിച്ച് മുകളിൽ കയറിയിരിക്കുന്ന പുള്ളികളുണ്ട്. എവിടെ ഇരിക്കുന്നു എന്ന ബോധം വേണം. എവിടെയായിരിക്കുന്നത്? തൃക്കാൽക്കൽ. ആ ബോധം മനസ്സിലും വേണം, ഇരിപ്പിലും വേണം. ഇവിടെ നിങ്ങളൊക്കെ ഓരോരുത്തൊക്കെ ജോലി ചെയ്യുന്നവരാണ്. നിങ്ങളുടെ മുകളിലത്തെ സ്പോൺസറോ അറബിയുടെയൊക്കെ മുമ്പിൽ നിങ്ങളൊക്കെ എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഞാൻ അവിടെ ഇരുന്നിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇവിടെ അതിനേക്കാൾ കുറഞ്ഞ സ്ഥലമാണോ എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചോണം. തൃക്കാൽക്കൽ ഇരുന്നു. അടുത്ത് ഓരോരുത്തരും എന്തോ പ്രാപിച്ചു? തിരുവചനങ്ങൾ വല്ലതും പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ തൃക്കാൽക്കൽ മനസ്സിനെ താഴ്ത്തി ഹൃദയത്തെ ഒരുക്കി കർത്തൃസന്നിധിയിൽ ഭയത്തോടെ ഇരിക്കണം. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 2-3 വാക്യങ്ങളൂടെ പെട്ടെന്ന് വായിച്ചാട്ട്. 1 കൊരിന്ത്യർ 1-ന്റെ 1-2 വാക്യങ്ങൾ. പൗലോസും സ്വസ്തനോസും. ശ്രദ്ധിച്ച് കേൾക്കണേ. കൊരിന്തിലുള്ള ദൈവസഭയ്ക്കും ഇത് മുതലുള്ള വാക്കുകൾ ശ്രദ്ധിക്കണം ആഴമായിട്ട്. ക്രിസ്തു യേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും. ആമേൻ, 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 ആമേൻ. അവിടെയും ഇവിടെയും എവിടെയും. അടുത്ത തന്നെ എഴുതുന്നു. അപ്പൊ ഇതിനകത്ത് എല്ലാവരും വന്നല്ലോ. എല്ലാവരും വന്നല്ലോ. വന്നെങ്കിൽ ഇതിനകത്തുള്ളത് വിശുദ്ധന്മാരുടെ ലിസ്റ്റിലാണ് നമ്മളെങ്കിൽ ഇതനുസരിപ്പാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ആ കാലഘട്ടത്തിൽ അവർക്കും ഈ കാലഘട്ടത്തിൽ ഇവർക്കും എഴുതി, കേരളത്തുകാർക്കും തിരുവല്ലക്കാർക്കും ദുബൈക്കാർക്കും എഴുതിയിട്ടുമില്ല. എന്തിന് നമ്മളെ ചുവന്നുകൊണ്ട് നടക്കുന്നേ? സ്തോത്രം. ദൈവവചനം ഗ്രഹിക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ. ഇനി ഇതിനെ ഒന്ന് അഴിക്കാനോ ഒന്ന് ചേർക്കാനോ ആർക്കും അനുവാദമില്ല. തെറ്റിപ്പോയെന്ന് പറഞ്ഞ് ഇപ്പോൾ തിരുത്തി എഴുതുന്നവരുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇതിനകത്തുള്ളത് അത്രയും അനുസരിച്ചിട്ടല്ലേ ഇത് തിരുത്തി എഴുതിയതനുസരിക്കേ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പിന്നെ അവരവർക്ക് ജീവിക്കാൻ പറ്റിയ സൗകര്യത്തിന് വേണ്ടി ഇപ്പോൾ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം വേണമെങ്കിൽ ഇവിടെ ചെയ്തോ കേട്ടോ, ഒരു കുഴപ്പമില്ല. പക്ഷെ അങ്ങ് പോവില്ല, അത്രയേ ഉള്ളൂ കുഴപ്പം. സ്തോത്രം. ഇതിന് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ശരി, മടങ്ങി വരാം. ആ ചിന്തയിൽ നമുക്കിത് വായിക്കുകയും പഠിക്കുകയും ചെയ്യാം. ഇന്ന് ഞാൻ ഉള്ളിടത്തോളം സമയം യേശു ക്രിസ്തുവിൻ്റെ വരവിനോട് എത്രമാത്രം നമ്മൾ അടുത്താണ് നിൽക്കുന്നത് എന്ന് തിരുവചനത്തിൽ കൂടെ നിങ്ങളെ ഓർപ്പിക്കാം. സംഭവങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അത് നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ അത് വിലയിരുത്തിക്കൊണ്ടാൽ മതി. എന്നെക്കാളും കൂടുതൽ ലോകപരിചയമുള്ളവരാണല്ലോ നിങ്ങൾ. സ്തോത്രം. നാളെ ഈ യേശുവിൻ്റെ വരവിങ്കിൽ എടുക്കപ്പെടുന്നത് ആരായിരിക്കും? അവരുടെ ക്വാളിറ്റി, യോഗ്യത, അതിനെക്കുറിച്ചായിരിക്കും പറയുക. 3-ാം ദിവസം വിശുദ്ധന്മാർക്കൊരു ന്യായവിധിയുണ്ട്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കേട്ടോ? പിന്നെ നിത്യതയെക്കുറിച്ച് ചില കാര്യങ്ങൾ ഒടുവിലത്തെ ദിവസങ്ങൾ നമുക്ക് ഗ്രഹിക്കാം. ഓക്കെ, മുടങ്ങി വരാം. യേശു കർത്താവ് ലോകത്തിലായിരുന്നപ്പോൾ ശിഷ്യന്മാരടുക്കൽ വന്നിട്ട് യേശു ഇങ്ങനെ ചുരുക്കമായിട്ടൊക്കെ പറയുന്ന ചില ഹിൻഡ് കാര്യങ്ങളുണ്ടായിരുന്നു, സൂചനകൾ.
അപ്പോൾ ശിഷ്യന്മാര് അതിനെക്കുറിച്ച് സ്വകാര്യമായി ചോദിക്കുകയാണ്. നീ പറഞ്ഞല്ലോ ഇവിടെ ഇങ്ങനെയൊക്കെ വരും, നീ വരും എന്നൊക്കെ പറഞ്ഞല്ലോ, അതിൻ്റെ ലക്ഷണമൊക്കെ എന്താണ്, അതെപ്പോഴാണ് നടക്കുന്നത്, ഞങ്ങൾക്കൊന്നറിഞ്ഞാൽ കൊള്ളാം. ഇന്നിരിക്കുന്ന ദൈവമക്കളോടും യേശു പറഞ്ഞ ഒരു കാര്യം സൂചനയായി ഞാനും പറയുന്നു. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 3-ാം വാക്യം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 3-ാം വാക്യം. ഒരു കാര്യം ഞാൻ രണ്ടും കൂടെ ചേർത്ത് വായിക്കണം. അവരോട് ഉത്തരം പറഞ്ഞത്, യെസ്, ഇന്ന് കാലാവസ്ഥ അന്തരീക്ഷം നന്നായി തെളിഞ്ഞിരിക്കും എന്നും രാവിലെ ആകാശം മൂടി ചുവന്ന് കണ്ടാൽ മഴക്കോളുണ്ടാകുമെന്ന് നിങ്ങൾ പറയുന്നു. കാരണം സാഹചര്യം നോക്കി, കാലാവസ്ഥ നോക്കി നിങ്ങൾ കാര്യങ്ങൾ പറയാൻ അതിനെക്കുറിച്ചൊരു ഗ്രാഹ്യത, ഒരു ചിന്ത നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളുടെ പഴയ ആളുകൾക്കുണ്ടായിരുന്നു. അങ്ങനെയാണല്ലോ അന്ന്. അന്നല്ലാതെ അന്ന് ടൈം പീസും അലാറവും പരിപാടിയൊന്നും ഇല്ലായിരുന്നല്ലോ. അന്ന് ഇതൊക്കെ നോക്കിയാണ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അടുത്ത്, ആകാശത്തിൻ്റെ ഭാവം വിവേചിക്കാനും കാലാവസ്ഥ നിർണ്ണയിക്കാനും നിങ്ങൾ അറിയുന്നു. അടുത്ത്, നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം, ഈ സാഹചര്യം, ഈ ദിവസങ്ങൾ ഏതിനോടടുത്തിരിക്കുന്നു? വൈകിട്ട് ആകാശം ചുവന്ന് കണ്ടാൽ നല്ല അന്തരീക്ഷം, രാവിലെ ആകാശം മൂടിച്ചുവന്ന് കണ്ടാൽ മഴക്കോൾ. ഇതൊക്കെ നിങ്ങൾ ഗ്രഹിക്കുന്നല്ലോ. അങ്ങനെയെങ്കിൽ ഇന്ന് നടക്കുന്ന ഈ സംഭവങ്ങളുടെയൊക്കെ അടിസ്ഥാനം ഏതിൻ്റെ ലക്ഷണമാണ് എന്ന് നിങ്ങൾക്ക് ഗ്രഹിച്ചുകൂടെയോ? അതാ യേശു ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് ഒരു യാഥാർത്ഥ്യമായ സംഭവമാണ്. അതിനെക്കുറിച്ചുള്ള പഠിപ്പീരുകൾ ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സത്യമാണ് ഈ പറയുന്നത്. പണ്ട് കാലത്തൊക്കെ ഏത് പ്രസംഗത്തിലും യേശുവിൻ്റെ വരവ്, നമ്മൾ സ്വർഗത്തിൽ പോകണം, ഈ ലോകം താൽക്കാലികമാണ്, നിത്യതയാണ് നമ്മുടെ നിലനിൽക്കുന്നിടം, യേശു അത് തരാനാണ് വന്നത് എന്നൊക്കെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് പ്രസംഗിച്ചവരും ഇപ്പോഴത്തെ ജനത്തിൻ്റെ ആവശ്യം മനസ്സിലാക്കി ഇപ്പോൾ വിറ്റഴിയുന്ന ചരക്കുകളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് യേശുവിൻ്റെ മടങ്ങി വരവ്, സ്വർഗത്തിൽ പോകുന്ന കാര്യമൊന്നും കേൾക്കാൻ വലിയ താല്പര്യമാണ്. നമ്മുടെ ജോലി ഇവിടെ നിൽക്കുമോ? പിള്ളേരുടെ ഭാവി എന്താവും? ഇങ്ങനെ പോയ ഏതുവരെ? അമേരിക്കയ്ക്ക് രജിസ്റ്റർ ചെയ്ത് ഞങ്ങളത് പിൻവലിച്ചിരിക്കുകയാണ്. കാനഡയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് പോകണോ? അതും പൊളിയാറായോ? ഇനി എങ്ങോട്ട് പോകണം? ഇതൊക്കെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിനാവശ്യമായ ഭജനങ്ങൾ, അതിനുള്ള കാര്യങ്ങൾ, അത് യേശുവിൽ കൂടെ നമുക്ക് പരമാവധി എന്ത് നേടിയെടുക്കാം. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന നല്ല ആഗ്രഹം അനുസരിച്ച് തലയിൽ കൈ വെച്ച് ദൂത് പറയുന്നത്, ആ ദൂത്, ഇതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം. ആമേൻ, ആമേൻ, ആമേൻ. ദൈവജനം മടങ്ങി വരണം, മടങ്ങി വരണം, മടങ്ങി വരണം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ ലോകത്തിലുള്ളതെല്ലാം താൽക്കാലികമാണ്. സ്നേഹത്തോടെ ഞാൻ പറയാം, ഈ ശ്വാസം പോയാൽ നമുക്കിവിടെ ഉണ്ടെന്ന് പറയുന്നതൊന്നും നമ്മുടേതല്ല. ഈ ശ്വാസം പോയാൽ പിന്നെ കർത്താവ് വരുമ്പോഴാണെങ്കിൽ, കൈവിടപ്പെട്ടാൽ നമുക്കിവിടെ എന്തുണ്ടെന്ന് പറഞ്ഞാലും അത് അനുഭവിക്കാൻ നമുക്ക് പറ്റില്ല. അതാരുടെ കസ്റ്റഡിയിലാവും? ആൻറ്റി ക്രൈസ്റ്റിൻ്റെ കസ്റ്റഡിയിലാവും. ഇന്ന് നമ്മുടെ ശ്വാസം പോയാൽ ഇന്നുള്ളതൊന്നും നമ്മുടേതല്ല. കർത്താവ് വരുന്നതുവരെ ജീവിച്ചിരുന്നാൽ, എടുക്കപ്പെടാതിരിക്കുന്നു എങ്കിൽ ഇന്നുണ്ടെന്ന് പറയുന്നതൊന്നും നമുക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല. അങ്ങനെയെങ്കിൽ നിത്യതയെ ലക്ഷ്യമാക്കി ജീവിക്കുന്നതല്ലേ നല്ലത്? ഹല്ലേലൂയ. ആ കാഴ്ചപ്പാട് കൊണ്ട് നിങ്ങളുടെ അകം നിറയട്ടെ. പ്രൈസ് ദി ലോർഡ്. യെസ്, യേശു മടങ്ങി വരും എന്നുള്ള പ്രസ്താവനകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ യേശു മടങ്ങി വരും, ജനം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. ഹല്ലേലൂയ. യേശു മടങ്ങി വരും എന്നതിനുള്ള ചില സാക്ഷ്യങ്ങൾ പ്രാരംഭത്തിൽ നമുക്ക് ശ്രദ്ധിക്കാം.
അധികം വിവരിച്ച് നിൽക്കാൻ സമയമില്ല. നമ്മുടെ സമയപരിധിക്കകത്ത് നമുക്ക് ഓടിപ്പോയേ പറ്റത്തുള്ളൂ. ദൈവവചനം പഠിക്കുമ്പോൾ ദൈവത്തോട് കൂടെ നടന്നെടുക്കപ്പെട്ട വ്യക്തിയാണ് ഹാനോക്ക്. ഹാനോക്ക് പറയുന്നു യേശു ക്രിസ്തു മടങ്ങി വരുമെന്ന്. സാക്ഷ്യമാണ് കേട്ടോ. വായിക്കാം. യൂദയുടെ ലേഖനം 14:15 വായിച്ച്. യൂദയുടെ ലേഖനം 14:15 പെട്ടെന്ന്. ആ, എല്ലാവരെയും വിധിക്കുവാനും ആ, യേശു വന്നിരിക്കുന്നു. 1000 വിശുദ്ധന്മാരോട് കൂടെ എന്ന് പറയുമ്പോൾ നേരത്തെ വന്നതല്ല, ഇനി വരാൻ പോകുന്ന കാര്യമാണ്. വരാൻ പോകുന്നതിന് ഒരു 2 ട്രിപ്പുണ്ട്. അത് സെക്കൻഡ് ട്രിപ്പാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആയിക്കോട്ടെ, യേശു ക്രിസ്തു മടങ്ങി വരുമെന്ന്. യേശു ജനിക്കുന്നതിന് എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ദൈവത്തോട് എത്ര വർഷമാണ് പുള്ളി ചേർന്ന് നടന്നേ? 300 വർഷം പിണങ്ങാതെ നടന്ന. നമുക്ക് പലർക്കും എത്ര കൂട്ടുകൂടിയാലും 3 മാസം പോലും ചേർന്ന് പോകാൻ പറ്റില്ല ഇവിടുത്തെ കൂട്ടുകാരോട്. സ്തോത്രം. 300 വർഷം ദൈവത്തോട് പിണങ്ങാതെ നടന്ന ഒരു വ്യക്തിയാണ് ഹാനോക്ക്. അതുകൊണ്ടൊരു ഗുണമുണ്ടായി. ഹാനോക്കിനെ ദൈവത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. കൂടെ നടന്നാൽ ഒടുവിൽ കൊണ്ടുപോകുന്നവനാണ് നമ്മുടെ ദൈവം. എത്ര പേരത് വിശ്വസിക്കുന്നു? സന്തോഷമുള്ളവർക്കൊരു ഹല്ലേലൂയ പറയാം. കൂടെ നടന്നാൽ കൊണ്ടുപോകും. മറക്കരുതേ, കൂടെ നടന്നാൽ കൊണ്ടുപോകും. വിട്ട് നടന്നാൽ വിട്ടേച്ച് പോകും. നിങ്ങൾ കൈവിടപ്പെടും. സ്തോത്രം. പിന്നെ പഴയ നിയമത്തിൽ പ്രമുഖനായ വളരെ പ്രശസ്തനായ വ്യക്തിയാണ് മോശ. മോശ പറഞ്ഞു യേശു ക്രിസ്തു മടങ്ങി വരുമെന്ന് പ്രവചിച്ചു. കർത്താവിന് മഹത്വം. വായിക്കാം. ആവർത്തന പുസ്തകം 32-ാം അധ്യായം 26-ാം വാക്യം. ആവർത്തന പുസ്തകം 32-ാം അധ്യായം 26-ാമത്തെ വാക്യം. ഏ 32-26 ആണോ? നോക്കി. 33-26 വായിക്കണം. സോദരം 33-26. സോറി. യെസ്. ആ, യേശുവിൻ്റെ ദൈവത്തെ പോലെ ഒരുത്തരുമില്ല. നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തൂടെ തൻ്റെ മഹിമയിൽ മേഘാരൂഢനായി ഇതാ വരുന്നു. യേശു മേഘാരൂഢനായി വരുന്നു എന്ന് മോശ പ്രവചിച്ചു. സ്തോത്രം. പഴയ നിയമത്തിൽ പ്രവാചകന്മാരിൽ ശ്രേഷ്ഠൻ യെശയ്യാവാണ്. യെശയ്യാവ് പ്രവചിച്ചു യേശു ക്രിസ്തു മടങ്ങി വരുമെന്ന്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 62-ാം അധ്യായം 11-ാം വാക്യം. യെശയ്യാവ് 62:11. ഇതാ നിന്റെ രക്ഷ വരുന്നു, കൂലി അവൻ്റെ പക്കലും പ്രതിഫലം അവൻ്റെ കയ്യിലുമുണ്ട്. ഇതാ അവൻ വരുന്നു, ഇതാ അവൻ വരുന്നു. രക്ഷ അവൻ്റെ കയ്യിലുണ്ട്, കൂലിയുണ്ട്, പ്രതിഫലമുണ്ട്, കൊടുക്കുവാൻ അവൻ ഇതാ വരുന്നു. ഹല്ലേലൂയ. നാം കേൾക്കുന്ന ഈ ശബ്ദത്തിൻ്റെ ഉടമയായവൻ എത്രയും വേഗം വരാൻ പോവുകയാണ്. അത് ഈ രാത്രിയിലായെങ്കിൽ അത് ദൈവമക്കളുടെ ഭാഗ്യമാണ്. സ്തോത്രം, സ്തോത്രം. ആ അകത്ത് ആ കൊതിയിൽ ജീവിക്കുന്നവർക്കാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. യേശു ലോകത്തിലായിരുന്നപ്പോൾ യേശു ഈ കാര്യം പറയാതെ പോയില്ല. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 61-62 വാക്യങ്ങൾ വായിക്കാം. മർക്കോസ് 14-61-62 വാക്യങ്ങൾ. അടുത്ത് അടുത്ത് ഇരിക്കുന്നതും യേശു കർത്താവ് ലോകത്തിലായിരുന്നപ്പോൾ മഹാപുരോഹിതൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. വിധിക്കുന്നവർ ചുറ്റും നിൽപ്പുണ്ട്. പല ചോദ്യങ്ങൾ ചോദിച്ചു, യേശു ഒന്നും മിണ്ടിയില്ല. ശ്രദ്ധിക്കണമേ, പല ചോദ്യങ്ങൾ ചോദിച്ചു, യേശു ഒന്നും മിണ്ടിയില്ല.
ഈ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ നിൽക്കാൻ നമുക്കൊരു കൃപ വേണം. യേശു മിണ്ടാതിരുന്നും ദൈവപുത്രനെന്ന് വെളിപ്പെടുത്തി മഹത്വം എടുത്തിട്ടുണ്ട്. മിണ്ടിയും മറ്റുള്ളവരെ ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ മിണ്ടിയാലും കുളമാക്കും, മിണ്ടാതിരുന്നാലും കുളമാക്കും. ഇത് മനസ്സിലായോ എന്തോ? സ്തോത്രം. ആമേൻ. യേശു മിണ്ടാതെ നിൽക്കുകയാണ്. വേണ്ടാത്ത പല ചോദ്യങ്ങളും ചോദിച്ചു. യേശു ഒന്നും മിണ്ടിയില്ല. നമ്മളാണെങ്കിൽ വിചാരിക്കുക എത്രയെന്നും പറഞ്ഞുകൊണ്ട് മിണ്ടാതിരിക്കും. സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? സ്തോത്രം. അവസാനം നിവൃത്തിയില്ലാതെ വന്നപ്പോൾ മഹാപുരോഹിതനൊന്ന് ഗൗരവത്തിച്ചു, നീ വന്ധ്യനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു തന്നെയോ? കാര്യമായ ചോദ്യം വന്നപ്പോൾ ഉത്തരവും വന്നു. നമ്മളാണെങ്കിൽ തിരിച്ചാണ് പല ചോദ്യങ്ങൾക്കും ആവശ്യമില്ലാത്ത മറുപടിയൊക്കെ പറയും. അവസാനം ചിലപ്പോൾ നമ്മൾ ചോദ്യം, നീ പെന്തിക്കോസുകാരിയാണോ? അങ്ങനെയൊന്നുമില്ല, വല്ലപ്പോഴൊക്കെ ഞാൻ അവിടെ പോകുന്നൊക്കെ ഉള്ളൂ, സ്ഥിരമായിട്ടൊന്നും അങ്ങനെ പോകാറൊന്നുമില്ല. വല്ലതും മനസ്സിലായോ എന്തോ? ഇത് സത്യമാണെങ്കിൽ അത് പറയുന്നതിൽ ലജ്ജിക്കരുത്. സത്യമാണെങ്കിൽ. ആമേൻ, ആമേൻ. യേശു അതിന് പറഞ്ഞ മറുപടി, യെസ്, ഞാനാകുന്നു. ഇനി മനുഷ്യപുത്രൻ സർവശക്തൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നതും അവിടെ നിന്ന് ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നീ അല്ലെങ്കിൽ നിന്റെ അടുത്ത തലമുറകളെങ്കിലും അത് കാണും. ഉറപ്പിച്ച് പറഞ്ഞു. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു തന്നെ ജീവിച്ചിരുന്നപ്പോൾ മടങ്ങി വരുമെന്ന് സാക്ഷ്യം പറഞ്ഞ് ഉറപ്പിച്ചു. അപ്പോസ്തലന്മാർ യേശുവിൻ്റെ പുറകെ നടന്നു. അവരും അനുഭവത്തിൽ നിന്ന് ഈ സാക്ഷ്യം ഉറപ്പിച്ചു. 1 യോഹന്നാൻ 3:2. 1 യോഹന്നാൻ 3:2. പ്രൈസ് ദി ലോർഡ്. വേഗമാകട്ടെ. അടുത്ത അവൻ പ്രത്യക്ഷനാകുമ്പോൾ, യേശു പ്രത്യക്ഷനാകുമ്പോൾ അവനെ താനിരിക്കും പോലെ തന്നെ നാം കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. പ്രൈസ് ദി ലോർഡ്. അവൻ പ്രത്യക്ഷനാകും. സ്തോത്രം. ദൈവത്തിൻ്റെ മക്കളായ അപ്പോസ്തലന്മാർ ഉറപ്പിച്ച് പറയുവാനിടയായി, യേശു പ്രത്യക്ഷനാകും, യേശു മടങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. ഇനിയും നമുക്ക് മടങ്ങി വരാം. പുതിയ നിയമത്തിൽ അധികം ലേഖനങ്ങൾ എഴുതിയത് പൗലോസാണ്. പൗലോസിനോട് ചോദിക്കാം, യേശു ക്രിസ്തു മടങ്ങി വരുമോ? തൻ്റെ സാക്ഷ്യം എന്താണ്? ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3:20 ഫിലിപ്പിയർ 3:20 പൗലോസിൻ്റെ സാക്ഷ്യം. അടുത്ത സന്തോഷമുള്ളവർക്ക് ഹല്ലേലൂയ പറയാം. നമ്മുടെ പൗരത്വമോ? ഒരു നിമിഷം ശാന്തമായിട്ട് ഒന്ന് ചിന്തിക്കണേ. പൗരത്വം ഉള്ളവരായി ജനിച്ചവരും ഔദാര്യമായി ചക്രവർത്തിയുടെ ഔദാര്യത്തിൽ പൗരത്വം പ്രാപിച്ചവരും ആ ഗിഫ്റ്റ് കിട്ടിയവരും പൈസ കൊടുത്ത് പൗരത്വം വാങ്ങിയവരും നിന്ന് ഞങ്ങൾ റോമൻ പൗരത്വമുള്ളവരാണെന്ന് അഭിമാനിക്കുമ്പോൾ, പൗരനായി തന്നെ ജനിച്ച, പൗരത്വമുള്ളവനായി തന്നെ ജനിച്ച പൗലോസ് ദൈവകൃപയിൽ വന്നിട്ട്, സ്തോത്രം, ശേഷം മനുഷ്യരോട് ചേർന്ന് നിന്നുകൊണ്ട്, കൃപ പ്രാപിച്ചവരുമായി ചേർന്ന് നിന്നുകൊണ്ട് പറയുകയാണ്, വിഷമിക്കേണ്ട, നമ്മുടെ പൗരത്വമോ? പ്രൈസ് ദി ലോർഡ്. ഇവിടെ ആരായിരുന്നാലും, ഏത് കാറ്റഗറിയിൽ ജോലി ചെയ്താലും, ഏത് നിലവാരത്തിൽ ജീവിച്ചാലും, ഏത് നിലവാരത്തിൽ താമസിച്ചാലും, ഏത് അവസ്ഥയിൽ ഇവിടെയായിരുന്നാലും, മറ്റുള്ളവരെ നോക്കി എനിക്ക് അതില്ല ഇതില്ല എന്ന് പറഞ്ഞ് നിന്നെ താഴ്ചയുള്ള വ്യക്തിയായി, കുറവുള്ളവനായി കണ്ട് പരിഭവിച്ചു കൊണ്ടിരിക്കാതെ പൗലോസിനോട് ചേർന്ന് പറ, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. ഹല്ലേലൂയ. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുകയാണ്.
സ്വർഗീയ പൗരത്വമുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവർ തല ഉയർത്തി നിൽക്കട്ടെ. ആമേൻ. സ്തോത്രം, സ്തോത്രം. ആമേൻ. ഇനി വേദോത്സവത്തിലെ അവസാനത്തെ പുസ്തകം എഴുതിയ ആളാണ് വെളിപ്പാടുകാരൻ. തന്നോട് ചോദിക്കാം, നിന്റെ സാക്ഷ്യം എന്താണ്? എന്തെങ്കിലും പറയാനുണ്ടോ? വെളിപ്പാട് 1:7 വായിക്കാം. വെളിപ്പാട് 1:7. ഇതാവൻ മേഘാരൂഢനായി വരുന്നു. മതി. യേശു ക്രിസ്തു ഇതാ മേഘാരൂഢനായി വരുന്നു. സാവകാശമൊന്ന് അകത്തെ നിലവാരത്തെ തൊട്ട് ചോദിക്കണേ. ഇന്ന് രാത്രിയാണത് സംഭവിച്ചാൽ. വായിച്ചത് കേട്ടല്ലോ, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഈ രാത്രി അത് സംഭവിച്ചാൽ അടുത്ത പ്രഭാതത്തിൽ നിങ്ങൾ ഇവിടെ ആയിരിക്കുമോ? അവിടെ ആയിരിക്കുമോ? നാളത്തെക്കുറിച്ച് വിചാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഹോദരി, നാളുകളെക്കുറിച്ച് വിഷയങ്ങളുടെ നടുവിൽ ആകുല ചിത്തരായി മനസ്സ് തകർന്നിരിക്കുന്ന സഹോദര, നിന്റെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യം ഏതാണ്? ഇതാണോ? നീ ഇപ്പോൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ ദിവസവും ഈ പ്രത്യാശയിൽ ജീവിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ലോകത്തിലായിരിക്കുമ്പോൾ, ശരീരത്തിലിരിക്കുമ്പോൾ വിഷയങ്ങൾ പലതുണ്ട്, പ്രശ്നങ്ങൾ പലതുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ചിന്ത പാപമല്ല, ആകുല ചിന്ത പാപമാണ്. ചിന്തിക്കുന്നത് തെറ്റല്ല, എന്നാൽ ആകുല ചിന്ത പാപമാണ്. ദൈവമക്കൾ പാപം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കണം. ഹല്ലേലൂയ. അതുപോലെ കർത്താവ് പറഞ്ഞു, ഭാരം എൻ്റെ മേൽ വെച്ചുകൊള്ളുക. ഒരു പരിധിവരെയൊക്കെ നമ്മൾ ഭാരം എടുത്തു പോകും മനുഷ്യരായതുകൊണ്ട്. ഞാൻ തിരിച്ചു ചോദിക്കാം, കൂടുതൽ ചുമക്കുന്നതുകൊണ്ട് നിനക്ക് വല്ല പ്രയോജനവും ഉണ്ടോ? വെറുതെ ചുമന്ന് ഉറക്കം നഷ്ടപ്പെട്ട് ഭക്ഷണം കഴിക്കാൻ മറന്നുപോയി, ഗ്യാസ് കയറി അൾസറായി, തലവേദന വന്ന് പിന്നെ ഒന്നും കഴിക്കാതായി, നീര് കയറി വിഷമിച്ച് അവസാനം കുളമാകണോ? മര്യാദയ്ക്ക് ആദ്യമേ ഭാരമങ്ങ് വെച്ചു കൊടുത്തിട്ട് ഫ്രീ ആയിട്ട് നടക്കണോ? സ്തോത്രം, ഹല്ലേലൂയ. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ശ്രദ്ധിക്കൂ, യേശു ജനിച്ചപ്പോൾ ജനനം വിളിച്ചു പറഞ്ഞത് സ്വർഗീയ സൈന്യമാണ്. അതേ സൈന്യം യേശുവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ചും സാക്ഷ്യം പറയുന്നു. വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 1:11. അപ്പോസ്തലപ്രവൃത്തി 1:11. യെസ്, എന്താ? യേശു ക്രിസ്തു വീണ്ടും വരുമെന്ന് ദൂതന്മാർ പറയുകയാണ്. ഈ ദൂതന്മാരാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത്, ദാവീദിൻ്റെ സന്തതിയായവൻ നിങ്ങൾക്ക് വേണ്ടി ജനിച്ചിരിക്കുകയാണ്. സർവ മനുഷ്യർക്കും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുകയാണ്. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്ക് വേണ്ടി ദാവീദിൻ്റെ പട്ടണത്തിൽ പിറന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ ദൂതന്മാർ പിന്നെയും വിളിച്ചു പറയുകയാണ്. സാഹചര്യം ഇതാണ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഗലീലാ പുരുഷന്മാർ നോക്കിക്കൊണ്ട് നിൽക്കെ ആകാശത്തിലേക്ക് പോകുന്നത് കൊണ്ട് യേശു രഹസ്യമായിട്ടല്ല പോയത്. താൻ ഉയർത്തെഴുന്നേറ്റു എന്ന് ഇവിടെ 513 പേർക്ക് പ്രത്യക്ഷനായി. പോകുമ്പോൾ ഗലീലാ പുരുഷന്മാർ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ താഴേന്ന് മേലോട്ട് നോക്കി നിന്നവരോട് മേലേന്ന് താഴോട്ട് നോക്കി ദൂതന്മാർ പറഞ്ഞു, സ്വർഗത്തിലേക്ക് പോകുന്നവനായ യേശുവിനെ പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും വരും. ഹല്ലേലൂയ.
ഞാൻ പ്രസംഗിക്കുന്ന യേശു വീണ്ടും വരുന്ന യേശുവാകയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അതിൽ ഞാൻ അഭിമാനിക്കുകയാണ്. സുവിശേഷ പ്രസംഗത്തിൻ്റെ ആഴത്തിലെ മർമ്മം ഏതെന്ന് ചോദിച്ചാൽ പ്രധാനമായി രണ്ട് കാര്യമാണ്. ഒന്ന്, യേശു ഉയിർത്തെഴുന്നേറ്റു. മരണം കൊണ്ട് അവസാനിച്ചു എങ്കിൽ നമ്മുടെ പ്രസംഗത്തിനകത്ത് ഒരു ശക്തിയും ഇല്ല. യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റു, അഥവാ ഉയിർത്തെഴുന്നേറ്റു. രണ്ട്, അവൻ മടങ്ങി വരും. ഉയിർത്തെഴുന്നേറ്റത് സത്യമെന്ന് വിശ്വസിക്കുന്നവർക്ക് മടങ്ങി വരുന്നവനെ കുറിച്ച് അവിശ്വസിക്കേണ്ട കാര്യം ഇല്ല. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. മടങ്ങി വരുന്ന ഒരു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതിലും മടങ്ങി വരുന്ന ക്രിസ്തുവിനെ വിശ്വസിക്കുന്നതിലും നാം ഭാഗ്യമുള്ളവരാണ്. സന്തോഷമുള്ളവർക്ക് ഹല്ലേലൂയ പറയാം. ഒരു സാക്ഷ്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. നാം ആഴ്ചതോറുമോ മാസത്തിലോ ഒരിക്കൽ സ്വീകരിക്കുന്ന തിരുമേശ ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിനെ സാക്ഷ്യപ്പെടുത്തുന്നതാണ്. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 11-26 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 11-26 ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം യേശു ക്രിസ്തു മടങ്ങി വരുമെന്ന് തിരുമേശ വിളിച്ചു പറയുകയാണ്. ഓരോ തിരുമേശയും നമ്മൾ എടുക്കുമ്പോൾ, അതിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, ആ തിരുമേശ വാക്കും ഭാഷണവും കൂടാതെ അനുഭവിക്കുന്ന ജനത്തോട് പറയുന്നൊരു സത്യമുണ്ട്. ഈ അപ്പത്തിൻ്റെ ഉടയവൻ, അഥവാ ഏതിനെ ഓർപ്പിച്ചുകൊണ്ട് നമ്മളിത് കഴിക്കുന്നുവോ, സ്തോത്രം, നമ്മളെന്താ ഓർപ്പിച്ചുകൊണ്ട് ഓർത്തുകൊണ്ട് കഴിക്കുന്നത്? അവൻ്റെ ശരീരം, അവൻ്റെ രക്തം. ഹല്ലേലൂയ. ആ രക്തത്തിൻ്റെ ഉടമ, ആ മാംസത്തിൻ്റെ ഉടമ. ആമേൻ. സ്തോത്രം. മരിച്ചവസാനിച്ച് ജീർണിച്ചു പോയ ഒന്നല്ല, അവൻ മടങ്ങി വരുന്ന ക്രിസ്തുവാണ്. അവൻ മടങ്ങി വരുന്ന ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ഓരോ തിരുമേശയും നമ്മെ വിളിച്ചറിയിക്കുന്ന സത്യമാണ്. ഇതിൻ്റെ ഉടയവൻ മടങ്ങി വരുന്നവനാണ്. സ്തോത്രം. ഈ രാത്രിയിൽ ആ പ്രത്യാശയുള്ള ദൈവമക്കൾക്ക് കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാം. ശരി, ഇനിയും ശ്രദ്ധിക്കൂ. ഇത്രയും ഞാൻ സാക്ഷ്യങ്ങളാണ് പറഞ്ഞത്. വേദപുസ്തകം പറയുന്നത് സാധാരണ ഒരു നല്ല കോടിക്കണക്കിന് രൂപ വിലയുള്ള പ്രമാണം രജിസ്റ്റർ ചെയ്യാൻ എത്ര സാക്ഷി മതി? ഇവിടെ നമ്മൾ എത്ര സാക്ഷി പറഞ്ഞ്? ഇതിൽ കൂടുതലും വേണോ? സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ഒരു വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പോലും 2 സാക്ഷി മതി. അങ്ങനെയെങ്കിൽ ഇത്രയും സാക്ഷികൾ നമുക്ക് തന്നിരിക്കുകയാണ്. ഇനി ശ്രദ്ധിക്കൂ. യേശു മടങ്ങി വരും. മടങ്ങി വരുമ്പോൾ സ്തോത്രം, 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 അത് ഏത് വർഷം, ദിവസം, സമയം, യാമം, ഇത് ദൈവവചനത്തിൽ എഴുതിയിട്ടില്ല. വരുമെന്നത് ഉറപ്പാണ്. സമയമാർക്കും വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. സ്തോത്രം. 1-2 വാക്യം പെട്ടെന്ന് വായിക്കാം, വിശദീകരണമില്ല. മർക്കോസിന്റെ സുവിശേഷം 13-33 പെട്ടെന്ന്. അത് തന്നെ വായിച്ചോ മതി. ആ കാലം നിങ്ങൾക്കറിയില്ല. ആ കാലം, ആ വർഷം, ആ കാലഘട്ടം നിങ്ങൾക്കറിയില്ല. യേശു വരുന്ന വർഷം ആർക്കും വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. ഇനി യേശു വരുന്ന ദിവസം വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല. മത്തായി 24:42. മത്തായി 24:42. മതി. ഏത് ദിവസം വരുമെന്ന് പറഞ്ഞിട്ടില്ല. ഇനി യേശു വരുന്ന യാമം അത് ഏതെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. മർക്കോസ് 13:35. മർക്കോസ് 13:35.
മതി. അപ്പോൾ ഇവിടെ ഒരു രാത്രിയിലെ യാമമാണ് പറഞ്ഞിരിക്കുന്നത്. രാത്രിയിൽ 4 യാമം, പകലെ 3 യാമം, അങ്ങനെ ഒരു ദിവസം 7 യാമമാണ്. ഇതിൽ 7 യാമത്തിൽ ഏത് യാമത്തിൽ യേശു വരുമെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം. ഇനി യേശു വരുന്ന മണിക്കൂർ, ഒരു ദിവസത്തിൽ 24 മണിക്കൂറുണ്ട്. അതിൽ ഏത് മണി നേരത്താണ് യേശു വരുന്നു എന്നുള്ളത് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. മത്തായി 24:44. മത്തായി 24:44. ആ മതി. നനയ്ക്കാത്ത നാഴിക മീൻസ് മണിക്കൂറിൽ യേശു വരും. ഇത്രയും വാക്യങ്ങൾ നിങ്ങൾ വായിച്ചപ്പോൾ നിങ്ങൾക്കൊരു സത്യം മനസ്സിലായി കാണും. യേശുക്രിസ്തു മടങ്ങി വരുന്നതായ ഹല്ലേലൂയ വർഷം, ദിവസം, യാമം, മണിക്കൂർ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. വരുമോ? വരും, വരും. യേശു വരും, യേശു വരും. ആമേൻ, ഗ്ലോറി. യേശു വരും. സ്തോത്രം, സ്തോത്രം. അലങ്കാരമായ ഒരു പദം കൂടെ ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. മർക്കോസ് 13:32 വാക്യം കൂടെ വായിക്കണം. സ്തോത്രം. മർക്കോസ് 13:32. ആ ആ പുത്രനും കൂടെ അറിയുന്നില്ല എന്ന പദം കൊണ്ട് യേശുവിനെ അറിയത്തില്ല എന്ന് നമ്മൾ പ്രസംഗിച്ച് നടക്കരുത്. സ്തോത്രം. അത് ഒരു ദൈവിക മർമ്മമാണ്. ആമേൻ. യേശു ലോകത്തിലെല്ലാം ചെയ്തിട്ടും യേശു എപ്പോഴും പിതാവിനെ ഉയർത്തി പറഞ്ഞിരുന്നു, ഞാൻ സ്വയമായി ഒന്നും ചെയ്യുന്നില്ല, പിതാവ് പറഞ്ഞത് മാത്രം ഞാൻ ചെയ്യുന്നു. അതൊക്കെ നമുക്കൊരു ഗുണപാഠമാണ്. നമ്മുടെ മക്കള് എത്ര വലിയ പുള്ളികളായാലും ആ പിതാവിന്, അച്ഛന്, അമ്മയ്ക്ക് കൊടുക്കേണ്ട മഹത്വം നിർത്തി വേണം മക്കൾ പെരുമാറാൻ. നമ്മുടെ പിള്ളേരൊക്കെ ഇന്ന് അങ്ങനെയല്ല. അങ്ങനെ ആകണം അല്ലേ? ഓക്കെ, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആ പിതാവിന് കൊടുക്കേണ്ട മഹത്വം. അങ്ങനെ പിതാവിനെ ഉയർത്തി പറഞ്ഞപ്പോൾ ഒരിക്കൽ ശിഷ്യന്മാരെ ഒന്ന് ചോദിച്ചു, അപ്പം നിന്നേക്കാൾ വലിയ ഒരാൾ ഉണ്ടല്ലേ? എപ്പോഴും ആ പിതാവിനെ കുറിച്ചാണല്ലോ പറയുന്നത്. ഞങ്ങൾക്ക് പുള്ളിയെ ഒന്ന് കാണിച്ചു തരണം. യേശു പറഞ്ഞ മറുപടി ശ്രദ്ധിച്ചു, എന്നെ കണ്ടവൻ. തോമസിനോട്, തോമസ് ഇത്രയും കാലം എൻ്റെ കൂടെ നടന്നിട്ടും ഇതുവരെ കണ്ടില്ലേ? പുള്ളി പലതും കാണാറില്ല. കുടപ്പെടാത്ത തോമാച്ചൻ. പ്രൈസ് ദി ലോർഡ്. 3.5 വർഷം യേശുവിൻ്റെ കൂടെ നടന്നിട്ടും പുള്ളി ഗുണപ്പെട്ടില്ലെന്നുള്ളത് കൊണ്ട് ഇന്നത്തെ പാരമ്പര്യക്കാർ ഗുണപ്പെടാത്തതിൽ എനിക്ക് അത്ഭുതമില്ല. 3.5 വർഷം കൂടെ നടന്നു. എന്നിട്ട് പുള്ളി എപ്പോഴാണ് ഗുണപ്പെട്ടത്? ഉയർത്തെഴുന്നേറ്റ യേശു അവന് വേണ്ടി മെനക്കെട്ട് വന്ന് പ്രത്യക്ഷനായപ്പോൾ പറഞ്ഞു, ഇപ്പോൾ ഞാൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ കൂടെ നടക്കുന്നതിലും തോമസ് എന്ന് പേരിടുന്നതിലും യേശുവിനെ ശുശ്രൂഷിക്കുന്നതിലും യേശുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നതിലും രോഗികളെ സുഖമാക്കുന്നതിലും പ്രാർത്ഥിച്ചുവല്ലോ വാങ്ങുന്നതിലും കൊടുക്കുന്നതിലും ആരും ഒന്നും അഭിമാനിക്കണ്ട. ഇതൊന്നും സ്വർഗത്തിൽ പോകാനുള്ള യോഗ്യത അല്ല. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ഇന്നലെ പറഞ്ഞതാണ് എൻ്റെ വിചാരം. ഈ വഴിയിലിരുന്ന് വിളിക്കുന്നവർക്കും പേപ്പർ കൊണ്ട് അപേക്ഷ തരുന്നവർക്കും വന്ന് സങ്കടം പറയുന്നവർക്കും ഒക്കെ അപേക്ഷകർക്കൊക്കെ നമ്മൾ വല്ലതും കൊടുക്കാറുണ്ട്. പക്ഷേ ഈ അപേക്ഷകരെ ആരെയും നമ്മുടെ വീട്ടിൽ താമസിപ്പിക്കാറുമില്ല. നമ്മുടെ സ്വത്ത് അവർക്ക് വീതം വെച്ച് കൊടുക്കാറും ഇല്ല. പിന്നെ അതാർക്കാ? അവകാശികൾക്ക്. പിടി കിട്ടിയോന്തോ? അതാർക്കാ? അവകാശികൾക്ക്. അപ്പോൾ അവകാശിയാകണമെങ്കിലോ ജനിക്കണം. സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് ഈ രോഗശാന്തിയോ ഭൂതശാന്തിയോ അത്ഭുതമോ കാറോ
വീടോ ജോലിയോ മക്കളുടെ കല്യാണമോ ഒക്കെ നടന്നിട്ട് പ്രാർത്ഥിച്ച് കിട്ടിയെന്ന് പറഞ്ഞു. അതൊന്നും കാര്യമൊന്നുമില്ല, അതൊക്കെ അപേക്ഷകർക്ക് കൊടുക്കുന്നതാ. സ്വതന്ത്രം. മക്കൾക്ക് അവകാശമാണ്, മക്കളെങ്കിലും അവകാശികളുമാകുന്നു. അതുകൊണ്ട് ഇതൊന്നും കിട്ടിയതൊന്നും വലിയ കാര്യമൊന്നുമല്ല കേട്ടോ, നമുക്ക് കിട്ടാനുള്ളത് ഇരിക്കുന്നതേ ഉള്ളൂ. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എന്തെങ്കിലുമൊക്കെ നന്മകൾ ഈ പുസ്തകം ചുമക്കുന്നതിന് വഴിയിൽ കിട്ടുന്ന കൂലി മാത്രമാണ്. ഹല്ലേലൂയ. ബാക്കിയുള്ളത് വെച്ചിട്ടുണ്ട്. ആ ദർശനത്തിൽ ജീവിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സന്തോഷമുള്ളവർക്ക് മാത്രം ഹല്ലേലൂയ പറയാം. ശരി, മടങ്ങി വരാം. യേശു ക്രിസ്തു മടങ്ങി വരും. വിശുദ്ധ ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ ധാരാളം വാക്യങ്ങൾ യേശു മടങ്ങി വരുമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ നിയമത്തിൽ മാത്രം തന്നെ 318 വാക്യങ്ങൾ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് യേശു ക്രിസ്തു മടങ്ങി വരുമെന്ന്. എൻ്റെ പരിശോധനയിൽ വ്യത്യാസങ്ങൾ കണ്ടേക്കാം, എനിക്കറിയത്തില്ല. 1578 വാക്യങ്ങൾ ബൈബിളിൽ വളരെ കൃത്യമായി യേശു മടങ്ങി വരുമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. ഉപമകൾ, സാദൃശ്യങ്ങൾ, ഈ ചേർത്ത് ഉപമിച്ച് പറയുന്ന കാര്യങ്ങൾ, ഇതൊക്കെ കൂടെ ചേർത്ത് ചിന്തിച്ചാൽ ഏതാണ്ട് ഒരു 3000-ഓളം വാക്യങ്ങൾ യേശു ക്രിസ്തു മടങ്ങി വരുമെന്ന് ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ട്. 31,173 വാക്യങ്ങളാണ് ദൈവവചനത്തിലുള്ളത്. അങ്ങനെയെങ്കിൽ എന്തുമാത്രം വാക്യങ്ങൾ യേശുവിൻ്റെ മടങ്ങി വരവിനെ തന്നെ ഊന്നിപ്പറയുന്നു എന്ന് കേൾവിക്കാർ ഗ്രഹിക്കണം. സ്തോത്രം. ഇനി ഞാൻ ഒന്നും കൂടെ നിങ്ങളെ പറഞ്ഞൊന്ന് ഉറപ്പിച്ചിട്ട് അവിടെ വിടുകയാണ്. സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവ് ഒരു വാഗ്ദത്തമാണ്. 2 പത്രോസ് 3:3. 2 പത്രോസ് 3:3. അവൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം. അപ്പോൾ യേശുവിൻ്റെ മടങ്ങി വരവിൻ്റെ ഒരു വാഗ്ദത്തമാണ്. മടങ്ങി വരവെന്നുള്ളത് ഒരു വാഗ്ദത്തമാണ്. ഞാൻ നിങ്ങളോട് ഒരു കൊച്ചു ചോദ്യം ചോദിച്ചോട്ടെ ഇതിൻ്റെ ഇടയിൽ. യേശു ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വാഗ്ദത്തം ഏതാണ്? നമുക്ക് ദൈവമക്കൾക്ക് തന്നിരിക്കുന്ന ഒന്നാമത്തെ വാഗ്ദത്തം ഏതാണ്? നിത്യ ജീവൻ. ശരിക്കും മനസ്സിലാക്കിയിട്ട് തന്നെയാണോ പറഞ്ഞത്, അതോ ഓക്കെ. തീത്തോസ് 1:2 എഴുതിയിരിക്കുന്നത്. പോഷ്കില്ലാത്ത ദൈവം സകല കാലത്തിനും മുമ്പേ വാഗ്ദത്തം ചെയ്ത നിത്യ ജീവന്റെ പ്രത്യാശ. ഹല്ലേലൂയ. നിത്യനാശത്തിന് അർഹരായിരിക്കുന്ന മനുഷ്യവർഗത്തിന് യേശുക്രിസ്തുവിലൂടെ ലഭിച്ചിരിക്കുന്ന ഒന്നാമത്തെ വാഗ്ദത്തമാണ് നിത്യ ജീവൻ. ഒന്നും കൂടെ ചോദിച്ചോട്ടെ. നിത്യജീവന്, ആ വാഗ്ദത്തത്തിന് അവകാശികളായവർക്ക് നൽകിയിരിക്കുന്ന ഒടുവിലത്തെ വാഗ്ദത്തം ഏതാണ്? പറഞ്ഞാട്ടെ. പുതിയ ആകാശം, പുതിയ ഭൂമി, പുതിയ യെരൂശലേം അഥവാ സ്വർഗം. 2 പത്രോസ് 3:13. എടുത്തെങ്കിൽ വായിക്കാം. പ്രൈസ് ദി ലോർഡ്. വാഗ്ദത്തപ്രകാരം ഇതാണ് ദൈവമക്കൾക്കുള്ള അവസാനത്തെ വാഗ്ദത്തം. അപ്പോൾ ഒന്നാമത്തെ വാഗ്ദത്തത്തിന് അർഹരായി പ്രാപിച്ച് ഒടുവിലത്തെ വാഗ്ദത്തത്തിന് യോഗ്യരായി ജീവിക്കുന്നവർക്ക് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ജീവിതത്തിന് വേണ്ട പല വാഗ്ദത്തങ്ങളും തന്നിട്ടുണ്ട്. അതിനർഹരായി ജീവിച്ചാൽ ആ സമയത്ത് അവിടെ നമുക്കത് ലഭിക്കും. എത്ര പേര് വിശ്വസിക്കുന്നു? നമ്മളിത്തിരി പ്രാർത്ഥിക്കുന്നുകൊണ്ടല്ല കിട്ടുന്നത് കേട്ടോ. മക്കളായതുകൊണ്ടും അർഹരായി ജീവിക്കുന്നത് കൊണ്ടും അതിൻ്റെ സമയത്ത് അതിഞ്ഞ് വരുന്നതാണ്. ഇവിടെ നല്ല കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രൊമോഷൻ സമയത്ത് ചോദിച്ചു പോകണ്ട, ഇൻക്രിമെൻറ്റിൻ്റെ സമയത്ത് ചോദിച്ചു പോകണ്ട, ശമ്പളത്തിൻ്റെ സമയം എടുത്തൊന്ന് ചോദിച്ചു പോകണ്ട. അതെല്ലാം കൃത്യമായിട്ട് അവിടെ അങ്ങ് നല്ല കമ്പനിയിൽ ജോലി ചെയ്യുന്നവരൂടെ ഉണ്ടോ? ഇല്ലെങ്കിൽ അതിൽ ചേരാൻ വേണ്ടിയായി പറയുന്നേ. പ്രൈസ് ദി ലോർഡ്. ഇടയ്ക്കിടയ്ക്ക് കൊടി പിടിക്കേണ്ടതും ചെന്ന് ഓർപ്പിക്കേണ്ട ആവശ്യമൊന്നും
ഇല്ല. നിങ്ങൾ കൃത്യമായിട്ട് അവിടെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ നിങ്ങൾക്ക് എന്തൊക്കെ അവകാശപ്പെട്ടതുണ്ടോ അതെല്ലാം കൃത്യമായിട്ട് അവിടെ വന്നിരിക്കും. ഓർപ്പിക്കാൻ പോകണ്ട. ചിലപ്പോഴേ പൈസയൊക്കെ എടുക്കാൻ ചെല്ലുമ്പോഴാണ് ഇത് കഴിഞ്ഞതിനേക്കാൾ അപ്പോഴാണ് തിരിഞ്ഞു നോക്കുന്നത്. ഇൻക്രിമെൻറ്റിൻ്റെ സമയമായി അങ്ങനെയാ വന്നതെന്ന്. സ്വതന്ത്രം. ഹല്ലേലൂയ. മറ്റേ ഈ പൂട്ടിക്കെട്ടുന്ന കള്ളക്കമ്പനികളുണ്ട്, അതിലൊക്കെ ചേരുന്നവരുടെ കാര്യം ഗതികേടാണ്. അതുകൊണ്ട് ചേർന്നാൽ നല്ല കമ്പനി ചേർന്നോളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ പ്രതീക്ഷയിൽ ജീവിക്കുന്ന ദൈവമക്കൾക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ശരി, മടങ്ങി വരാം. ദൈവവചനം പഠിക്കുമ്പോൾ 3127 വാഗ്ദത്തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവമക്കൾക്കുള്ള അനവധി വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതിനായി ദൈവത്തിന് സ്തോത്രം. യേശു മടങ്ങി വരുമോ എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം പറയുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ അതിങ്ങനെ ആയിരിക്കണം. ലോകത്തിൽ മടങ്ങി വരാമെന്ന് നേതാക്കൾ പലരും പറഞ്ഞിട്ടില്ല. അവർ മറന്നുപോയതല്ല. അവർക്ക് വേണ്ടി ആരും പറയാത്തത്, ഓർക്കാത്തത് കൊണ്ടല്ല. അവർക്ക് മടങ്ങി വരാൻ കഴിയുകയില്ല. സ്തോത്രം. അവരെക്കുറിച്ച് മടങ്ങി വരുന്നു മറ്റാരെങ്കിലും പറയാത്തതോ അവർക്കും അറിയാം ഇവർക്ക് മടങ്ങി വരാൻ പറ്റത്തില്ലെന്ന്. എന്നാൽ യേശു പറഞ്ഞു ഞാൻ മടങ്ങി വരുമെന്ന്. സ്തോത്രം. അഹങ്കരിച്ച് പറഞ്ഞതല്ല, അവന് മടങ്ങി വരുവാൻ കഴിയും. എന്നാൽ തിരിച്ചു ചോദിക്കാം, നിനക്ക് മടങ്ങി വരാൻ കഴിയുമെന്നതിൻ്റെ നിന്റെ ഭാഗത്തെ ഉറപ്പേതാണ്? ഉത്തരം ഇതേയുള്ളൂ, മരണത്തെ ജയിച്ചവന് മാത്രമേ മടങ്ങി വരാൻ കഴിയുകയുള്ളൂ. അങ്ങനെയെങ്കിൽ മരണത്തെ ജയിച്ചവൻ ഒരുത്തനേയുള്ളൂ. ആഴത്തിൽ ഗ്രഹിച്ചവർക്കൊരു ഹല്ലേലൂയ പറയാം. ശരി, ഇനി നമുക്ക് ചിന്തിക്കേണ്ടത് യേശുവിൻ്റെ വരവ് എന്തുമാത്രം അടുത്തു എന്നാണ്. എത്രമാത്രം അടുത്തിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 30-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ലൂക്കോസ് 21-ന്റെ 27-ാം വായിക്കാം. അവിടെ ഒരു പദം നിങ്ങൾ വായിച്ചു, ശ്രദ്ധിച്ചോ? ആരെങ്കിലും ശ്രദ്ധിച്ചോ? അപ്പോൾ. അപ്പോൾ ലൂക്കോസ് 21-ന്റെ 27 വായിക്കാം. മതി. അപ്പോൾ. ഇനി സമയമില്ല. അപ്പോൾ. 2 പദങ്ങൾ വായിച്ച് ശ്രദ്ധിച്ചല്ലോ. അപ്പോൾ. അപ്പോൾ നമുക്കൊരു ചോദ്യം അവിടെ ന്യായമായി ഉയർന്നു വരും. എപ്പോൾ? അപ്പോൾ എന്നല്ലേ വായിച്ചത്? ന്യായമായ ഒരു ചോദ്യത്തിന് അവകാശമുണ്ട്. എപ്പോൾ? അപ്പോൾ അതിന് മുമ്പ് ചിലതൊക്കെ സംഭവിക്കണം. എങ്കിലേ ഈ അപ്പോളെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെയെങ്കിൽ അപ്പോളെന്ന് പറയുന്ന സമയത്തിന് മുമ്പ് നടക്കേണ്ടത് എന്താണ്? അത് നടക്കുമ്പോഴാണ് യേശു നേരത്തെ ഒരു പദം പറഞ്ഞ് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഈ കാലഘട്ടത്തെ വിവേചിക്കാൻ നിങ്ങൾക്ക് കഴിയാത്തത് എന്ത്? ഈ കാലഘട്ടത്തെ വിവേചിക്കണം. ദുബൈയിൽ തന്നെ ഇന്നുള്ള ചില സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ട് പലരും വിഷമിക്കുന്നുണ്ട്. ഇന്നലെയും എന്നെ കണ്ട ചിലർ പറഞ്ഞു, ഇനി ഇവിടെ അധികം നിന്നിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. നല്ല വിവേചനമാണ്, തെറ്റല്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. കാരണം ഇവിടുത്തെ സിറ്റുവേഷനൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മുമ്പ് ദിവസം ഒരാളോട്, പാസ്റ്ററേ ഞാൻ ഈ കമ്പനിയിൽ നിന്ന് മാറാൻ പോവുകയാണ്. ഞാൻ ചോദിച്ചത്, ഇപ്പം കുഴപ്പമില്ല, എൻ്റെ ഒരു വിലയിരുത്തൽ നോക്കിയിട്ട് ഇനി അധികം മുമ്പോട്ട് പോകത്തില്ല, അതുകൊണ്ട് മാറാൻ പോവുകയാണ്. ഇതൊക്കെ വിവേചിക്കാൻ നമുക്കറിയാം അല്ലേ? സ്തോത്രം. നിങ്ങൾക്കുള്ള ബുദ്ധിക്കായി ദൈവത്തിന് സ്തോത്രം. പക്ഷേ വിശുദ്ധ വചനം പറയുന്നു, നാം ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തെ നിങ്ങൾ വിവേചിക്കണം. ചില കാര്യങ്ങൾ ഞാൻ ഓടിച്ചു പറയാം, നമുക്ക് പരിചയമുള്ള കാര്യങ്ങൾ തന്നെ ഒന്നുകൂടെ ഓർത്ത് നമ്മൾ അത്ര അടുത്തു എന്ന് ഗ്രഹിച്ച് സ്തോത്രം പറയാൻ ഇടയാകട്ടെ. അന്ത്യകാലത്ത് പല ലക്ഷണങ്ങളുണ്ട്, പലത് പറഞ്ഞിട്ടുണ്ട്. എല്ലാം വിവരിക്കാൻ എൻ്റെ മുമ്പിൽ സമയം പോരാ. സ്തോത്രം. ആത്മീയമായ ചില ലക്ഷണങ്ങളുണ്ട്, പ്രാപഞ്ചികമായ ചില ലക്ഷണങ്ങളുണ്ട്. സ്തോത്രം. ഈ പ്രകൃതിപരമായ ലക്ഷണങ്ങളുണ്ട്. പല ലക്ഷണങ്ങളെ ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ എല്ലാം കൂടെ കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്ന്, യേശുവിൻ്റെ വരവെടുക്കുമ്പോൾ ദൈവസഭ പോകാറാകുമ്പോൾ ഇവിടെ കള്ളപ്രവാചകന്മാരുടെ എണ്ണം വർദ്ധിക്കും. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം
11-ാമത്തെ വാക്യം. 24:11. ആ ശരി, 24-ാം വാക്യം. 24. വല്ലതുമൊക്കെ നിങ്ങൾ വേദോത്സവം വായിച്ച് ഗ്രഹിക്കാറുണ്ടോ? ദൈവവചനം സത്യമാണെന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? ദൈവമക്കളെ, കുടുങ്ങിപ്പോകരുത്. പ്രവചനം ഉണ്ട്, പ്രവാചകന്മാർ ഉണ്ട്, എന്നാൽ എല്ലാവരും അതല്ല, എല്ലാം അതല്ല. അത് വിവേചിച്ചറിയാനുള്ള ഒരു കൃപ ദൈവമക്കൾക്കുണ്ടായിരിക്കണം. ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നവരൊക്കെ വിളിച്ച് വീട്ടിൽ കയറ്റരുത്. വിശേഷിച്ച് സ്നേഹമായി ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ സഭാ ശുശ്രൂഷകൻ അറിയാതെ ഈ കൃപാവരവും കൊണ്ട് നടന്ന് തലയിൽ കൈവയ്ക്കുന്ന പാർട്ടികളെ ഒന്ന് ദയവ് ചെയ്ത് വീട്ടിൽ കയറ്റാതിരുന്നാൽ നിങ്ങൾക്ക് നല്ലത്. അപ്പോൾ ചോദിക്കും, DC സാമുവലിനെയും വേണമെങ്കിൽ മതി, വേണ്ടെങ്കിൽ വേണ്ട. ആരെയും ഒഴിവാക്കിയല്ല പറയുന്നത്. പലരും ഈ പറയുന്ന ദൂത് കേൾക്കാൻ വേണ്ടി വിളിച്ചു കയറ്റി പിന്നെ അവരനുഭവിക്കേണ്ടി വരുന്ന ഗതികേടുകളും അത് നിമിത്തം ദൈവസഭയ്ക്കുണ്ടാകുന്ന കെടുതികളും വളരെയാണ്. അതുകൊണ്ട് ദൈവമക്കൾക്ക് ഒരു കൃപാവരവും ഇല്ലെങ്കിലും ഡിസേണിങ് സ്പിരിറ്റ്, വിവേചനപരമുണ്ടായിരിക്കണം. കള്ളപ്രവാചകന്മാരെയും കള്ളക്രിസ്തുക്കളെയും കണ്ട് ഈ അന്ത്യകാലം അതിൻ്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൂത് പറയുന്നവരെ പലർക്കും ഇഷ്ടമാണ്, പക്ഷേ എല്ലാം ദൂതല്ല. ഒരു വാക്യം കൂടെ പെട്ടെന്ന് വായിച്ച്, യിരെമ്യാവിൻ്റെ പ്രവചനം 23-ാം അധ്യായം അതിൻ്റെ 20-21 വാക്യങ്ങൾ. 21, 22 വായിച്ചാലും മതി, സമയമില്ലാത്തതുകൊണ്ട്. ഞാനീ ചിരിയും വരുന്നു. സ്തോത്രം. ഞാനീ പ്രവാചകന്മാരെ അയക്കാതിരുന്നിട്ടും അവര് അയ്യോ എന്തൊരു പരിപാടിയാ, അവരോടി. പ്രൈസ് ദി ലോർഡ്. അടുത്ത്, ഞാൻ അവരോടൊന്നും അരളി ചെയ്യാതിരുന്നിട്ടും അവര് പ്രവചിച്ചു. അടുത്ത്, അവരെൻ്റെ വ്യവസ്ഥയിൽ നിന്ന് എൻ്റേതായ ആലോചനയിൽ നിന്നിരുന്നു എങ്കിൽ, ശ്രദ്ധിച്ച് വായിക്കണം ആ ഭാഗം. എല്ലാവരും ബൈബിളിൽ ശ്രദ്ധിച്ച് നോക്കണം. എൻ്റെ വചനങ്ങളെ കണ്ടോ, വചന വ്യവസ്ഥയിലായിരിക്കണം പ്രവചനം. വചനത്തിനടിസ്ഥാനമിട്ട് വേണം പ്രവചിക്കുവാൻ. പ്രവചിക്കുന്നവരും കേൾക്കുന്നവരും അത് ഗ്രഹിക്കണം. എൻ്റെ ആലോചന സഭയിൽ നിന്ന് വചനം എൻ്റെ ജനത്തിന് നൽകിയിരുന്നു എങ്കിൽ ഇന്നതില്ലല്ലോ. ഓരോരുത്തരും പോണ വഴിക്ക് തന്നെ പോകുന്നത്. എന്നിട്ട് ഒരു അനുഗ്രഹം കൂടെ വെച്ച് കൊടുക്കുകയാണ്, മോളെ നീ രാത്രി കിടന്ന് കരയുന്നൊക്കെ ഞാൻ കണ്ടു. എവിടെ പോത്ത് പോലെ കിടന്ന് ഉറങ്ങുന്ന ആളിനോടാണ് ഈ പറയണത്. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ കഷ്ടപ്പാട്, നിന്റെ ബുദ്ധിമുട്ടൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ചിലരുടെയൊക്കെ തലയിൽ കൈവച്ച് ദൂത് പറയുന്നത് കാണുമ്പോൾ എനിക്കറിയാമല്ലോ, നമ്മുടെ സഭയിലെ ആളുകളായാലും അവരുടെ ബാക്കി പരിപാടി എനിക്കല്ലേ അറിയാം. ഞാൻ അവിടുത്തെ ഇടയനല്ലേ. സ്തോത്രം. എനിക്ക് സങ്കടവും വരും, ചിലപ്പോൾ ചിരിയും വരും. അതുകൊണ്ട് പ്രവചനമില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഇതാണ് അതിൻ്റെ അടിസ്ഥാനം. അവരുടെ ആകാത്ത വഴിയിൽ നിന്ന് ശരിയായ വഴിയിലേക്കും, ആകാത്ത
തെറ്റാത്ത പ്രവൃത്തിയിൽ നിന്ന് ശരിയായ പ്രവൃത്തിയിലേക്കും തിരിക്കുമായിരുന്നു. കുറ്റമുണർത്തി കൊടുക്കുന്നതാണ് ശരിയായ പ്രവചനം. ഇന്ന് കുറ്റമുണർത്തുന്ന പ്രവചനം ഇല്ലല്ലോ. അങ്ങനെ ഉണർത്തുന്ന പ്രവാചകൻ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ വിളിക്കൂലല്ലോ. അവർക്ക് ചാൻസുമില്ല, നമ്മൾ അവർക്ക് കൊടുക്കത്തുമില്ല. ഇഷ്ടത്തിന് പ്രവചിക്കുന്നവർ വരുന്നത് കൊണ്ട് അവർക്ക് കൊയ്ത്ത് നമുക്ക് നഷ്ടമാണെങ്കിലും നമ്മളും കൊടുക്കും. സത്യമല്ലേ? അല്ലേ? സ്തോത്രം. ഒരു വാക്യം കൂടെ വായിക്കാം, എന്തായാലും സമയം പോയെങ്കിലും. സ്തോത്രം. യിരെമ്യാവിന്റെ പ്രവചനം 5-ാം അധ്യായം 30-31 വാക്യങ്ങൾ. യിരെമ്യാവിന്റെ പ്രവചനം 5-ാം അധ്യായം 30-31 വാക്യങ്ങൾ വായിരേ. ദേശം എന്ന് പറഞ്ഞാൽ ദൈവസഭ. ദൈവസഭയ്ക്കകത്ത് ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ്. വിസ്മയവും ഭയങ്കരവുമായത് സംഭവിച്ചിരിക്കുന്നു. അടുത്ത് അയ്യോ, പ്രവാചകന്മാർക്ക് വ്യാജമായ. അത് ഈ സഭയിലൊക്കെ വന്ന 1-2 പേർക്ക് ഇങ്ങനെ പറയും. പിന്നെ ഒരുപാട് ഇനി വെളിപ്പെടുത്തി കയറ്റി തരുന്നിരിക്കുകയാണ്. സമയമില്ല എന്ന് പറഞ്ഞാൽ വീടുകളിൽ വിളിച്ചാൽ ഞാൻ വന്ന് പ്രവചിക്കാം, നമ്പർ പിടിച്ചോന്നാണ് ഈ പറഞ്ഞത്. അങ്ങ് തള്ളി കയറുകയാണ്. എനിക്കിപ്പോൾ ഇറക്കി വിടാൻ നേരം കിട്ടുന്നില്ല, ഇവിടുത്തെ സമയം തീർന്നതുകൊണ്ട് ബാക്കി വീട്ടിൽ വിളിച്ചോണം. വിളിച്ചവരൊക്കെ കുറേയൊക്കെ അനുഭവിച്ചവരും കാണുമല്ലേ. കാരണം പറയാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് നമ്മൾ മിണ്ടാതിരിക്കുകയാണ്. അത് തന്നെ സഹോദരം. എന്നാൽ വചനം പറയുന്നവരെ വീട്ടിൽ വിളിക്കുക. അതിന് കൃപയില്ലല്ലോ അവർക്ക്. വിസ്മയവും ഭയങ്കരവുമായത് ദേശത്ത് ദൈവസഭയിൽ സംഭവിച്ചിരിക്കുന്നു. അടുത്ത് പ്രവചിക്കുന്നു. കാരണം ഈ ദർശനവും വെളിപ്പാടും ഇല്ലാത്ത പുരോഹിതന്മാരും അവരുടെ കൂടെ കൂടും. പിന്നെ വല്ലവരോടും വല്ല പ്രശ്നവും ഉണ്ടെങ്കിൽ അതും കൂടെ ഇവർ പറഞ്ഞു തലയിൽ വെച്ച് അത് പറഞ്ഞേക്കണേ, സാരി ഇന്നതാണ്, ഉടുപ്പ് മറ്റതാണ്. സ്തോത്രം. വച്ചയ്ക്കണം വേല. ഒരു പിടിച്ചൊരു കറക്കിറക്കി വെച്ചു കൊടുത്താൽ താങ്ങി കൊടുത്തത് തന്നെ. പ്രൈസ് ദി ലോർഡ്. അടുത്ത് ഇല്ല. എന്റെ ദൈവമേ, ഇത് കഷ്ടമാണ്. എന്റെ ജനത്തിനോ വല്ല തലയിൽ കഴിച്ച് ഞാൻ അതിനെ വലുതാക്കും, അങ്ങ് വിടും. പ്രൊമോഷൻ കാത്തിരിക്കുന്നു, മുമ്പിൽ വന്ന് ഡാഷ് നിൽക്കുന്നു, കയറിക്കോ എന്നൊക്കെ പറയുമ്പോഴേക്കും എൻ്റെ ജനത്തിനോ അത് ഗ്ലോറി 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 പിടിച്ചോ എടുത്തോ, വലിയ സന്തോഷം. അടുത്ത് അതൊന്ന് ശ്രദ്ധിക്കണം. അത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഒരു ഒടുക്കം വരാൻ പോകുന്നു. അപ്പോൾ നിങ്ങൾ, ഇത് വെളിയിലുള്ളവരോടുള്ള ദൂതല്ല, അറബികളോടുള്ള ദൂതല്ല, എൻ്റെ ജനത്തോടുള്ള ദൂത്. ഇതിൽ കൂടുതൽ വ്യാഖ്യാനം വേണോ? കാര്യം മനസ്സിലായവർക്ക് ഹല്ലേലൂയ പറയാം. ശരി, തൽക്കാലം ഓടപ്പെട്ടെ. അന്ത്യകാലത്തിൻ്റെ ഒരു ലക്ഷണമാണ് കള്ളപ്രവാചകന്മാരും കള്ളപ്രവചനങ്ങളും ജനത്തിൻ്റെ ദൈവത്തിലുള്ള നോട്ടം മാറ്റി ഇതിലോട്ട് തിരിഞ്ഞ് ഭൗതിക വിഷയങ്ങളിൽ ഊന്നൽ കൊടുത്ത് പോകുന്ന കാലഘട്ടം. അതിനാണല്ലോ ഈ ദൂത് വേണ്ടത്. സ്തോത്രം. ഇനി അന്ത്യകാലത്തെ മറ്റൊരു ലക്ഷണം, ഭയങ്കരമായ യുദ്ധങ്ങൾ ഉണ്ടാകും. അതാ 24-ന്റെ 6-ാം വാക്യം പെട്ടെന്ന് മതി. ലൂക്കോസിന്റെ സുവിശേഷം 21-ന്റെ 11-ാം വാക്യം. അന്ത്യകാലത്ത് ഭയങ്കരമായി മനുഷ്യന് പരിഹരിക്കാൻ കഴിയാത്ത ഭയങ്കര മാരക രോഗങ്ങൾ ഉണ്ടാകും. അടുത്ത് മഹാവ്യാധി ഉണ്ടാകും. ശ്രദ്ധിക്കൂ, ഈ കാലഘട്ടത്തിൽ വൈദ്യശാസ്ത്രത്തിന് പരിഹരിക്കാൻ കഴിയാത്ത ഭയങ്കര വ്യാധികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പല സുഖക്കേടുകളും എന്താണെന്ന് അവർക്ക് ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോഴത്തെ രോഗങ്ങളുടെ പേര് കേട്ടാലും നമുക്കും ചിരിയും. ചിക്കൻ ഗുനിയ, പിന്നെ വേറെ എന്തൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴേ. തക്കാളി പോലെ പൊങ്ങി വന്നാൽ തക്കാളിപ്പനി. സ്തോത്രം. എലിപ്പനി കേട്ടാൽ ചിരി വരുന്നു നമുക്ക്. കാരണം അവരുടെ ആ സിലബസിനൊന്നും അകത്തില്ലാത്ത രോഗങ്ങളാണ് ഇപ്പോൾ വരുന്നത്.
അപ്പോൾ പിന്നെ എന്തെങ്കിലും ഒരു പേരങ്ങിടും അവർ. മാരക രോഗങ്ങൾ. മുമ്പ് കാലത്ത് ഇങ്ങനെയുള്ളതൊന്നും നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരാളുമായി വർത്തമാനം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, പാസ്റ്ററേ, എൻ്റെ കുഞ്ഞിൻ്റെ അസുഖം 10,000 കുഞ്ഞുങ്ങളിൽ ഒരാളിന് വരുന്ന കാണാനിടയുള്ള വളരെ റെയറായ അസുഖമാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നു അങ്ങനെ പറഞ്ഞ് ഇയാളെ സമാധാനപ്പെടുത്തിയതായിരിക്കും. കാരണം അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെയായിരിക്കും, എനിക്കറിയില്ല. എനിവേ, ദൈവമക്കളെ, മാരക രോഗങ്ങൾ വർദ്ധിക്കുന്നതും മഹാവ്യാധികൾ ഉണ്ടാകുന്നതും അന്ത്യകാലത്തിൻ്റെ ലക്ഷണമാണ്. സ്തോത്രം. പിന്നെ ദാരിദ്ര്യം കൊടികുത്തുന്ന കാലമായിരിക്കും യേശുവിൻ്റെ വരവിനോടടുക്കുമ്പോൾ. മത്തായി 24:7 വാക്യം വായിക്കാം. അടുത്ത് ഭയങ്കരമായ ക്ഷാമം ഉണ്ടാകും. ആമോസ് പ്രവചനം 4-6 വാക്യം വായിക്കാം. ആമോസിൻ്റെ പ്രവചനം 4-6 വാക്യം. നിങ്ങളുടെ എല്ലാ പട്ടണങ്ങളിലും പല്ലിന് വെടിപ്പും എല്ലായിടങ്ങളിലും അപ്പത്തിന് കുറവും വരുത്തിയിട്ടും. അന്ത്യകാലത്ത് പല്ലിന് വെടിപ്പുണ്ടാകും, അപ്പത്തിന് കുറവ് വരും. പല്ലിന് വെടിപ്പ് എന്നു പറഞ്ഞാൽ പല്ല് വെടിച്ചെന്നല്ല എൻ്റെ അർത്ഥം. രാവിലെ പല്ല് തേച്ച് വച്ചിട്ട് തിന്നാനൊന്നുമില്ലാത്തത് കൊണ്ട് എച്ചിൽ കയറി അഴുക്കായില്ല, വെടിപ്പായിട്ട് തന്നെ ഇരിപ്പുണ്ട്, തിന്നാനൊന്നുമില്ല. സ്തോത്രം. അല്ല പല്ല് വെടിച്ചെന്നൊന്നും വിചാരിക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൻ്റെ മടങ്ങി വരവ് അടുത്ത്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും പട്ടിണി മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലയിടത്ത് ധാന്യങ്ങൾ കുന്നുകൂടുന്നു, മറ്റു ചിലയിടത്ത് ആഹാരമില്ലാതെ ആളുകൾ പട്ടിണി കിടന്ന് മരിക്കുന്നു. ചിലർ അഭിമാനം നിമിത്തം പുറത്തു പറയാതെ പട്ടിണി കിടക്കുന്നു, മരിക്കുമ്പോൾ പുറം ലോകം അറിയുന്നു. യേശുവിൻ്റെ മടങ്ങി വരവ് അടുത്തിരിക്കുകയാണ്. സ്തോത്രം. ആമേൻ. അന്ത്യകാലത്ത് മൃഗങ്ങളെ കൊണ്ടുള്ള ജോലിയും കൂലിയും ഇല്ലാതാകും, മനുഷ്യർക്കും കൂലിവേല കുറയും. വായിക്കാം സഖരിയാവിൻ്റെ പ്രവചനം 8:10. സഖരിയാവിൻ്റെ പ്രവചനം 8:10. മനുഷ്യന് കൂലിയില്ല, മൃഗത്തിന് കൂലിയില്ല. ഇത് അന്ത്യകാലത്തിൻ്റെ ഒരു ലക്ഷണമാണ്. അന്ത്യകാലത്ത് സോദരം കൂലിവേല കുറയും, മനുഷ്യന് കൂലി കുറയും. ഇപ്പോൾ കൂടുതലും യന്ത്രങ്ങളാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ കമ്പ്യൂട്ടർ ജോലി ചെയ്യുന്നു. വലിയ യന്ത്രങ്ങൾ, 100 മനുഷ്യർ 100 ദിവസം കൊണ്ട് ചെയ്യേണ്ട ജോലി 1-2 മണിക്കൂർ കൊണ്ട് ചെയ്യുന്നു. അതുകൊണ്ട് മനുഷ്യന് കൂലിവേലയില്ല. വൈരി നിമിത്തം പോക്കുവരത്ത് ചെയ്യുന്നവന് സമാധാനമില്ല. എപ്പോഴാ ബാമ്പ് വയ്ക്കുന്നത്, എപ്പോഴാ തട്ടിക്കൊണ്ടുപോകുന്നത് എന്ന് കണ്ടില്ലേ? ഉറുമ്പനങ്ങിയാൽ അറിയുന്ന അമേരിക്കയ്ക്കും ഇത് കണ്ടില്ലെന്ന്. ഇത്രയും വലിയ സാധനത്തിന് അവർ ഉറുമ്പനങ്ങിയാൽ അറിയും. അത്ര ഭയങ്കര റഡാറാണ് പോലും. അതെന്തോ ഓത്രം. ഇപ്പോൾ അവരും കണ്ടില്ലെന്ന് ഇത്രയും വലിയ സാധനം കാണാതെ പോയിട്ട്. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ എങ്ങനെ പ്ലെയിനിൽ കയറാല്ലേ? എങ്കിലും കയറിയല്ലേ പറ്റൂ. സ്തോത്രം. ഹല്ലേലൂയ. പോക്കുവരത്ത് ചെയ്യുന്നവന് വൈരി നിമിത്തം സമാധാനം, എന്ന് വെച്ചാൽ യാത്ര ചെയ്യുന്നവന് സമാധാനമില്ല. പിന്നെ മൃഗത്തിന് കൂലിയില്ല. പണ്ട് കാലത്ത് കാളയും വണ്ടിയും കുതിരയും വണ്ടിയും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിന് ഒന്നുമില്ല. അതിനെല്ലാം വിറ്റ് അല്ലെങ്കിൽ ഇറച്ചി വെച്ച്. സ്തോത്രം. കാരണം അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. റോട്ടിലിറക്കാൻ പോലും ഇപ്പോൾ അനുവാദമില്ല. സ്തോത്രം. യെശയ്യാവ് 19:10. അന്ത്യകാലത്തെ ലക്ഷണങ്ങളാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. വായിച്ചോ. രാജ്യത്തിൻ്റെ തൂണുകളായിരിക്കുന്നവർ തകർന്നു പോകും. അടുത്ത കൂലിവേല ഇല്ലാത്തതുകൊണ്ട് മനോവ്യസനത്തോടെ ഇരിക്കും. കൂലിവേല ചെയ്താൽ പൈസ കിട്ടാത്തതുകൊണ്ട് മനപ്രയാസത്തോടെ ഇരിക്കും. പിന്നെ ഇന്നാരും നിർത്തി കൂലിവേല ചെയ്യിക്കാനും പറ്റില്ല. രാവിലെ
9 മണിക്ക് വന്ന് ഇരുന്ന് നിന്ന് മുറുക്കി തുപ്പി ഇരുന്ന് എഴുന്നേറ്റ് ആയുധം കൊണ്ട് തിരിച്ചു പോകുന്നതിന് 700 രൂപ. അതുകൊണ്ട് എങ്ങനെ കയറ്റും? സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് കൂലിവേല കുറഞ്ഞിരിക്കുന്നു. ആമേൻ. മറ്റൊന്നുകൂടെ വായിച്ചു, രാജ്യത്തിൻ്റെ തൂണുകൾ തകർന്നു. ഇപ്പോൾ പുതിയ അസുഖങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് വലിയ വലിയ ആളുകൾക്ക്. ഒന്ന് ചുമച്ചു, മരിച്ചു. നെഞ്ചുവേദന പറഞ്ഞ് തീർന്നില്ല, അതിനു മുമ്പേ മരിച്ചുപോയി. ഒന്നുകിൽ തകർന്നു പോകും, അല്ലെങ്കിൽ അവർ തകർക്കപ്പെടും. രണ്ടുമാകാം. തകരും, തകർക്കപ്പെടും. തൂണുകൾ, കുടുംബത്തിൻ്റെ തൂണുകൾ, രാജ്യത്തിൻ്റെ തൂണുകൾ, ലോകത്തിൻ്റെ തൂണുകൾ തകരുകയോ തകർക്കപ്പെടുകയോ ചെയ്യും. ഇത് അന്ത്യകാലത്തിൻ്റെ ലക്ഷണമാണ്. പിന്നെ ഇന്ന് ആളുകൾ മരിച്ചാലും കൂട്ടത്തോടെ മരിച്ചാലും ഒരു രാജ്യം മുഴുവനും ഭസ്മീകൃതമായാലും ആർക്കും വലിയ ഫീലിംഗ് ഒന്നും ഇല്ല. പണ്ട് കാലത്ത് ആരെങ്കിലും ഒരാൾ മരിച്ചാൽ ഒരു ഭയങ്കര സംഭവമായിരുന്നു. ഇപ്പോൾ ഒരാളല്ല, ഒരു പ്ലെയിനിലുള്ളവരെല്ലാവരും കരിഞ്ഞു പോയെന്ന് പറഞ്ഞാലും കരിഞ്ഞു പോയി, പാവം തന്നെ കഴിഞ്ഞു, അത്ര. സ്തോത്രം, ഹല്ലേലൂയ. ഇപ്പോൾ ദുബൈ പട്ടണം നമുക്കറിയാം, ഈ വെള്ളത്തിൻ്റെ പുറത്തിരിക്കുകയാണ്. ഒരു ദിവസം ഇത് അടിയിൽ പോയി വെള്ളം മീതെ വന്നു പറഞ്ഞാൽ എന്തോ ആകും പരിപാടി? സ്തോത്രം. ദുബൈ പട്ടണത്തിൽ ഇരിക്കുന്നവർ സൂക്ഷിച്ചോടെ ഇരിക്കാൻ കേട്ടോ, ഇതൊക്കെയാണെങ്കിൽ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. തകരുന്നു, തകർക്കപ്പെടുന്നു. അടുത്ത് അന്ത്യകാലത്ത് സോദര അവിടെ ഇവിടെയായി കണ്ടം തിരിഞ്ഞ് മഴ പെയ്യും. അതും കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണമാണ്. നിങ്ങൾക്കറിയാം, ദേറയിൽ മഴ പെയ്താൽ ബർദുബയിൽ പെയ്യത്തില്ല, ഷാർജയിൽ പെയ്താൽ അൽനാദയിൽ പെയ്യത്തില്ല. അത് യേശുവിൻ്റെ വരവിൻ്റെ ഒരു അടയാളമാണ്. ആമോസ് 4:7. ആമോസ് 4:7. പ്രൈസ് ദി ലോർഡ്. അടുത്ത് മുടക്കി കളഞ്ഞു. ഒരു പട്ടണത്തിൽ മഴ പെയ്യിപ്പിക്കുകയും. കണ്ടോ, മഴ അങ്ങ് പെയ്യുന്നതല്ല. ഇവിടെ വായിച്ച നിങ്ങൾ കേട്ടാ, പെയ്യിപ്പിക്കുന്നതാണ് കേട്ടാ. അങ്ങ് പെയ്യുകയെന്നല്ല, അതിന് തോന്നുമ്പോൾ പെയ്യാനും നോക്കത്തില്ല. എവിടെ പെയ്യണം, എങ്ങനെ പെയ്യണം, നമ്മുടെ ഭാഷ പറഞ്ഞ സ്പ്രേ ചെയ്ത് പെയ്യണോ, നിന്ന് പെയ്യണോ, ഒലിപ്പിച്ച് പെയ്യണോ, കുത്തി ഒലിപ്പിക്കണോ, ഇതൊക്കെ തമ്പുരാൻ്റെ പരിപാടിയാണ്. അതുകൊണ്ടല്ലേ ചിലപ്പോൾ ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് അങ്ങ് പോകും. പെയ്യിപ്പിക്കുകയാണ്. ഓ, ഭയങ്കര പരിപാടി. ഒരു ഖണ്ഡത്തിൽ ഇവിടുത്തെ തോമസിൻ്റെ ഖണ്ഡത്തിൽ മഴ പെയ്ത്, തൊട്ടടുത്ത ഖണ്ഡം മാത്യൂസിൻ്റെ ഖണ്ഡം, അവിടെ പെയ്തില്ല. ഭയങ്കരമല്ലേ? സ്തോത്രം, ആമേൻ. ഇനി അന്ത്യകാലത്ത് മറ്റൊരു ലക്ഷണമാണ്, ഇവിടെ കിരീടഭരണങ്ങൾ അവസാനിക്കും, ജനായത്വം ആരംഭിക്കും. അത് നടന്നു കഴിഞ്ഞിരിക്കുകയാണെങ്കിലും അത് വായിക്കാം. യിരെമ്യാവ് 13:18. യിരെമ്യാവ് 13:18. എസെക്കിയേൽ 21:26 വായിക്കാം. ശരി. നീ രാജാവിനോടും രാജമാതാവിനോടും ഒക്കെ താഴെ ഇറങ്ങിയിരിക്കുകയും കേരളത്തിൽ ഭരിച്ചിരുന്ന മഹാന്മാരുടെ കുടുംബത്തിൽപ്പെട്ടവരെ ഇപ്പോഴ് അതുവഴി പോയാൽ റോഡ് തൂക്കുന്നവൻ ചൂലും പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. പണ്ട് കാലത്ത് ആ രാജവീതിയിൽ സാധാരണക്കാരന് നടക്കാൻ പോലും പെർമിഷൻ ഇല്ലായിരുന്നു, നേരെ തുണി കൊടുക്കാനുള്ള അനുവാദമില്ലായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി. എസെക്കിയേൽ 21:26. അടുത്ത്, ഞാൻ മകുടം നീക്കി സിംഹാസന വാഴ്ച മാറ്റി കിരീട വാഴ്ച നീക്കിക്കളയും. അടുത്ത്, ഇരിക്കയില്ല, താണതിനെ ഉയർത്തുകയും. താണ ജാതിയെല്ലാം ഉയർത്തി, ഉയർന്ന ജാതിയെല്ലാം താഴ്ത്തി. ഇപ്പോൾ താണ ജാതിക്കാണ് സംവരണം. ഗവൺമെൻറ്റിൻ്റെ എല്ലാ പരിപാടികളും ഹരിജന ഗിരിജന ക്ഷേമ വകുപ്പ് പരിപാടികളാണ്. മറ്റവർക്കൊന്നുമില്ല. ഇപ്പോഴും ഇടയ്ക്കൊരു ഉയർന്ന ജാതിയിൽപ്പെട്ട ഒരാളെന്നോട് പറഞ്ഞത്, പാസ്റ്റേ, ഞാനൊരു ഡേഷായി ജനിച്ചെങ്കിലും മതിയായിരുന്നു. സ്തോത്രം. ഇങ്ങനെ ജനിച്ചു പോയതിൽ എൻ്റെ ജാതിയെ ഞാൻ ശപിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പദ്ധതിയാണ്. പണ്ട് കാലത്ത്
സവർണ ഹിന്ദുക്കൾക്ക് മാത്രമേ ക്ഷേത്രപ്രവേശനം അനുവദിച്ചിരുന്നുള്ളൂ. സവർണ ഹിന്ദുക്കൾക്ക്. ഇപ്പോൾ ഹരിജൻ പൂജാരിമാർ ദേവസ്വം ബോർഡിലുണ്ട്. എന്താ അതിൻ്റെ രഹസ്യം? താണവനെ ഉയർത്തി, ഉയർന്നവനെ താഴ്ത്തി. സന്തോഷമുള്ളവർക്കൊരു ഹല്ലേലൂയ പറയാം. അന്ത്യകാലത്തെ മറ്റൊരു ലക്ഷണമാണ്, ദൈവത്തിന് സ്തോത്രം, ലജ്ജയായതിൽ മനുഷ്യന് മാനം തോന്നും. ലജ്ജയായതിൽ മനുഷ്യന് മാനം തോന്നും. വായിക്കാം ഫിലിപ്പിയർ 3:19. ഫിലിപ്പിയർ 3:19. വേഗം, സമയമില്ല. ഫിലിപ്പിയർ 3:19. അവരുടെ അവസാനം നാശം. അടുത്ത്, അവരുടെ ദൈവം വയറ്. ലജ്ജയായതിലവർക്ക്. എല്ലാവരും എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ. ഇന്ന് ആത്മീയരുടെ ഇടയിൽ പോലും വളരെ ലജ്ജയായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അന്ത്യകാലത്ത് പലർക്കും അവർക്ക് അഭിമാനമെന്ന് തോന്നുന്നു, പക്ഷേ സമൂഹത്തിൻ്റെ ഇടയിൽ അത് ലജ്ജയാണ്. പുറത്ത് കാണുന്ന പരസ്യം പോലെയാണ് പലരുടെയും ജീവിതം. പുരുഷൻ പുരുഷനെ കല്യാണം കഴിക്കുന്നു. ഇതൊന്നും രഹസ്യമായ സംഭവങ്ങളല്ല, കേരളത്തിലും നടന്നു. പിന്നെ നമ്മുടെ ആൾക്കാരുടെ ഡ്രസ്സൊക്കെ കണ്ടാൽ നമുക്കവരെ നോക്കാൻ പറ്റില്ല. മര്യാദയ്ക്ക് നമ്മൾ കണ്ണു അടച്ച് വയ്ക്കണം. പരസ്യത്തിൽ കാണും പോലെയാണ്. ദൈവമക്കളുടെ ശ്രദ്ധയ്ക്ക്, വസ്ത്രം ധരിക്കുന്നത് ലജ്ജ മറയ്ക്കാനാണ്, ലജ്ജ കാണിക്കാനല്ല. മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളുടെ പൈസയ്ക്ക് അവരുടുക്കുന്ന കാലത്തിലെങ്കിലും നാണം മറച്ച് നടക്കാനുള്ള വസ്ത്രം വാങ്ങിക്കൊടുക്കണം. പിന്നെ അവരുടെ പൈസയ്ക്ക് അവർ വാങ്ങുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇടയ്ക്ക് ഒരു പെൺകുട്ടിയെ മറ്റൊരാൾ ഉപദ്രവിച്ചു, കേസായി, പ്രശ്നമായി. ആ സമയത്ത് പരിഹരിക്കാൻ സ്ഥലത്തെ പാർട്ടിയിൽപ്പെട്ട ഒരു ഉന്നത വ്യക്തിയെ കൊണ്ടുപോയി. അദ്ദേഹം ചെന്നപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടർ അദ്ദേഹത്തോട് പറഞ്ഞത്, പെൺകുട്ടിയുടെ അപ്പനോടാണ് പറഞ്ഞത്, മക്കളെ മാന്യമായ വസ്ത്രം ധരിപ്പിച്ച് പുറത്തിറക്കണം, അല്ലെങ്കിൽ വീട്ടിലിരുത്തിയിരിക്കണം. ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. പയ്യന്മാർ തെറ്റുകാരാ, പക്ഷേ നിങ്ങളുടെ മക്കളെ കാണുമ്പോൾ അവർ മാന്യരാണെന്ന് അവർക്ക് തോന്നണം. സ്വതന്ത്രം കൈവയ്ക്കാൻ അവർ മടിക്കണം. ആമേൻ. അതുകൊണ്ട് വസ്ത്രം ധരിക്കുന്ന ആണായാലും കൊള്ളാൻ, പെണ്ണായാലും. ഇപ്പം ആണുങ്ങളും അങ്ങനെ തന്നെ, അവർ ബ്ലൗസ് ഇടാൻ തുടങ്ങി. പിന്നെ പാൻറ് ഇട്ടിട്ട് പിടിച്ചോണ്ട് നടക്കണ കാണാം ഇങ്ങനെ. എന്തല്ലോ എന്തോ ബെസ്റ്റ് തന്നെ, അതെനിക്കറിയാം, എല്ലാം ബെസ്റ്റാണ്. പ്രൈസ് ദി ലോർഡ്. നിന്നെ കാണുമ്പോൾ നീ ഒരു ദൈവ പൈതലാണെന്ന് മറ്റുള്ളവരറിയണം. സഹോദരിമാരെ, നിങ്ങളുടെ മക്കളെ മാന്യമായ വസ്ത്രം ധരിപ്പിച്ച് മാന്യമായിട്ട് പുറത്തിറക്കണം. ലോകത്തിൻ്റെ കൂടെ നിങ്ങളുടെ മക്കളും നിങ്ങളുമാകരുത്. പരസ്യം പോലെ ജീവിക്കരുത്. ലജ്ജയായതിലവർക്ക് ചെരുപ്പൊക്കെ മര്യാദയ്ക്കുള്ളത് വാങ്ങിച്ചു കൊടുത്താൽ മതി. സൂചിയിൽ നിർത്തണ്ട ചെരുപ്പിനെ. സ്തോത്രം. കേട്ടോ എല്ലാവരും? സ്തോത്രം. ലജ്ജയായതിലവർക്ക് ഇന്നറിയാമോ നിങ്ങൾക്ക്? അപ്പൂപ്പൻ്റെ കൂടെ പെമ്മക്കളെ ആക്കിയിട്ട് പോകാൻ ഓർത്തില്ല. കൊച്ചു പിള്ളേരെ അപ്പൻ്റെ അടുക്കൽ മക്കളെ ആക്കിയിട്ട് പോകാൻ നിവർത്തിയില്ല. അമ്മമാർക്ക് പേടിയാ. അത്രത്തോളം മ്ലേച്ഛത പെരുകിയിരിക്കുന്നു. നിങ്ങൾ ചിരിച്ചു കളയുന്നോ? ഇതൊക്കെ ഗൗരവമായി എടുത്തോണം. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. പുറത്തു പറയാൻ പറ്റാത്ത അധ്യാപകനെ വിശ്വസിച്ച് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ അയക്കുന്നു. ഗുരു ആ സ്ഥാനം എവിടെയിരിക്കുന്നു?
ഗുരു ശിഷ്യബന്ധം കൊച്ചു കുഞ്ഞുങ്ങളോട് അപമര്യാദയായി അധ്യാപകർ പെരുമാറുന്നു. മ്ലേച്ഛത വർദ്ധിക്കുന്നു. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. യേശുവിൻ്റെ വരവടുത്തിരിക്കുകയാണ്. ഇങ്ങനെ മുമ്പോട്ട് പോയാൽ ഭൂമിക്ക് അതിൻ്റെ അകൃത്യം താങ്ങാൻ പറ്റത്തില്ല. സന്തോഷമുള്ളവർക്കൊരു ഹല്ലേലൂയ പറയാം. അനേക കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. സമയം തീർന്നതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ, നിങ്ങൾ ചിലരൊക്കെ ഇപ്പോഴാണ് സമയം നോക്കണം, ഇത്രയും ആയോ എന്നല്ലേ? സമയമായി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നിങ്ങൾ ഏകാഗ്രതയോടെ ഇരിക്കുന്നു, വളരെ നല്ല കാര്യം. നിങ്ങളത് മനസ്സിലാക്കുക. നമ്മൾ യേശുവിൻ്റെ വരവിനോട് വളരെ അടുത്തിരിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിന് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സാക്ഷ്യമാണ് യഹൂദൻ. യഹൂദൻ്റെ ആത്മീയ നാശം AD 30, യഹൂദൻ്റെ രാജ്യനാശം AD 70. എന്നാൽ 1947 ആ നഷ്ടങ്ങൾ അവർ പരിഹരിച്ച് മടങ്ങി വന്നു. രാജ്യം തിരിച്ചു പിടിച്ചു. ഹല്ലേലൂയ. ചിതറിപ്പോകുമെന്നുള്ളത് ദൈവത്തിൻ്റെതായ വചനമായിരുന്നു. എന്നാൽ കൂട്ടിച്ചേർക്കുമെന്നുള്ളത് അവൻ്റെ വാഗ്ദത്തമായിരുന്നു. ഇതൊക്കെ ഭയങ്കര സംഭവങ്ങളാണ്. ഒരു ദൈവപൈതലിന് വളരെ സന്തോഷിക്കാനുള്ളത് യഹൂദനോടുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്. പ്രൈസ് ദി ലോർഡ്. 2 വാക്യം പെട്ടെന്നൊന്ന് വായിച്ചേ. യിരെമ്യാവിൻ്റെ പ്രവചനം 16-ാം അധ്യായം 15-16 വാക്യങ്ങൾ. സഹോദരൻ ആമോസ് 9:9. സഹോദരം യിരെമ്യാവ് 16:15-16. ആ ആ ആ ആ ബാക്കി വീട്ടിൽ ചെന്ന് വായിച്ചോട്ടെ. ആമോസിൻ്റെ പ്രവചനം 9:9. ആ ആ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ പല ദേശങ്ങളിലും അവർ ചിതറിക്കിടന്നിരുന്നു. അവരൊരുപാട് കഷ്ടത അനുഭവിച്ചു. ഹിറ്റ്ലർ അവരെയൊക്കെ കൊന്നൊതുക്കിയ ചരിത്രം പഠിച്ചിട്ടുള്ളവർക്കറിയാം. അവർ പറഞ്ഞല്ലോ, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ. വന്നു, ശരിക്ക് സ്തോത്രം അനുഭവിച്ചു. എന്നാൽ അവർക്കൊരു വാഗ്ദത്തം കിടപ്പുണ്ട്. ഹല്ലേലൂയ. ഞാനവരെ തിരിച്ചു കൊണ്ടുവരും. ഇതാ വായിച്ചത് കേട്ടോ. അരിപ്പ കൊണ്ടരിക്കുന്നത് പോലെ ഞാനവരെ അരിപ്പാൻ കൽപ്പിക്കും. ഒരു മണി പോലും നഷ്ടപ്പെടുകയില്ല. എല്ലാവരെയും സ്വദേശത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. സ്വതന്ത്രമാനുള്ള സംവിധാനങ്ങളൊക്കെ നിങ്ങൾക്കറിയാതെ. നിങ്ങളിന്ന് ഈ ലോകത്തിലല്ലേ ജീവിക്കുന്നത്? ഇന്ന് ഇസ്രായേൽ എല്ലാവർക്കും ഒരു പേടി സ്വപ്നമാണ്, പരിഭ്രമപാത്രമാണ്, ഭാരമുള്ള കല്ലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനിയും ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ എന്തായിരിക്കും അവരുടെ മേലുള്ള ദൈവിക പദ്ധതി? യിരെമ്യാവിൻ്റെ പ്രവചനം 31-ാം അധ്യായം 35-36 വാക്യങ്ങൾ വായിച്ച്. യിരെമ്യാവിൻ്റെ പ്രവചനം 31-35-36 വാക്യങ്ങൾ. ആ ആ ആ എല്ലാവരും കേട്ടല്ലോ. വ്യവസ്ഥ മാറണം. എന്താണ് വ്യവസ്ഥ? സൂര്യൻ പകൽ വെളിച്ചം, രാത്രി ചന്ദ്രനും നക്ഷത്രം. അത് മാറാൻ പറ്റില്ല. കടലിലെ തിര അനങ്ങാതിരിക്കാൻ പറ്റത്തില്ല. ഇത് മാറും എങ്കിൽ എന്ന് വെച്ചാൽ പകൽ സൂര്യൻ ഉദിക്കരുത്, രാത്രി ചന്ദ്രനും നക്ഷത്രവും വരരുത്, കടലിലെ തിര അനങ്ങാതെ കുളം പോലെ കിടക്കണം. അങ്ങനെ ഒരു കാലം വരുമോ? വരുമെങ്കിൽ മുടിച്ചു കളയാൻ ആർക്കും പറ്റത്തില്ല, മുടിക്കാൻ പറ്റത്തില്ല. ഇത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. മുടിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. അവർ മുടിയുന്നതേ ഉള്ളൂ, ഇവർ മുടിയുന്നില്ല. വാലുപോലെ കിടക്കുന്ന സാധനങ്ങൾ. നിങ്ങൾ പോകടത്ത് നോക്ക്, രാജ്യം എന്ന് പറയാനുണ്ടോ? അവരെ ആ പേടി ലോകത്തിന്. സ്തോത്രം. ഒരു ദൂത് വിളിച്ച് പറയട്ടെ. റോമർ 11:15 ശക്തിയോടെ വായിക്കേ. റോമർ 11:15.
അവരുടെ ഭ്രംശം, അവരിങ്ങനെ ചിതറിപ്പോയത് ലോകത്തിന് അഥവാ ജാതികൾക്ക് രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി തീരുവാൻ, ദൈവത്തോട് അടുക്കുവാൻ, ഒരു ദൈവസഭ പണിയപ്പെടുവാൻ അത് മുഖാന്തരമായി തീർന്നു എങ്കിൽ അവരെ അംഗീകരിച്ച് അവരുടെ രാജ്യത്തിൽ വാഗ്ദത്തം നിവർത്തിച്ച് തിരിച്ചു കൊണ്ടുവന്നത് അംഗീകരണം. മരിച്ചവരുടെ ഉയർപ്പഥവായ യേശുവിന്റെ വരവ് സഭയുടെ ഉൾപ്രാവണമെന്നല്ലാതെ മറ്റ് എന്താകും? സന്തോഷമുള്ളവർക്കൊരു ഹല്ലേലൂയ പറയാം. പിന്നെ ഇന്നത്തെ സുനാമി യേശുവിൻ്റെ വരവിൻ്റെ ഒരു അടയാളമാണ്. ഇന്നത്തെ സംഭവങ്ങൾ ശാസ്ത്രത്തിൻ്റെ ഉയർച്ച യേശുവിൻ്റെ വരവിൻ്റെ അടയാളമാണ്. ഇന്നത്തെ ഏകീകരണം, ഇപ്പം നമ്പരാണല്ലോ വെക്കുന്നതും വാങ്ങുന്നതും ഒക്കെ. നമ്പർ കണ്ടിട്ടില്ലേ? നമ്പര് നമുക്കിപ്പോൾ കാർഡുകളാണ്. ആ കാർഡ് വെച്ചിട്ടാണ് പരിപാടി. നാട്ടിലും ആധാർ വന്നു, തൽക്കാലം മരവിച്ചെന്ന് കേട്ടു, എങ്കിലും വന്നേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാർഡ് മതി. ആമേൻ. നമ്പറിനാലുള്ള കാര്യപരിപാടികൾ യേശുവിൻ്റെ വരവിൻ്റെ അടയാളമാണ്. ഇനി മറ്റൊരു വലിയ സത്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാം. അത് സഹോദരൻ ലൂക്കോസ് 18:8 വിശ്വാസത്യാഗം. അന്ത്യകാലത്ത് പലരുടെയും വിശ്വാസങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പലരുടെ അടുത്ത നെഞ്ചത്ത് കൈവച്ച് ഇതിൻ്റെ മുമ്പിൽ കീഴടങ്ങിക്കോണം. മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ച ദൈവത്തിൻ്റെ പൈതലേ, കർത്താവിനെ സേവിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, വിശ്വാസത്തിൽ വന്ന ദൈവത്തിൻ്റെ പൈതലേ, ഓരോ ദിവസവും കഴിയുന്തോറും കർത്താവിൻ്റെ വരവിനോട് നമ്മൾ അടുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ മരണത്തോട് നമ്മൾ അടുത്തിരിക്കുകയാണ്. എന്നാൽ വിശ്വാസം വർദ്ധിക്കുന്നുവോ, വിശ്വാസം നഷ്ടപ്പെടുന്നുവോ? ഇറങ്ങി തിരിച്ച കാലത്തെ അപേക്ഷിച്ച് വിശ്വാസം കൂടിയോ കുറഞ്ഞുവോ? ഹല്ലേലൂയ. കൂടുതൽ ആരാധിക്കാനൊക്കെ വരുന്നുണ്ടാവാം, പക്ഷേ ആരാധിക്കാൻ വന്നാലും ശരിയായ പഴയ ആരാധന ഇപ്പോഴുണ്ടോ? വേണ്ട. ദൈവഭയമുണ്ടോ? ഭയമുണ്ടോ? ദൈവഭയമുണ്ടോ? സ്തോത്രം, സ്തോത്രം. കൂടുതൽ നീട്ടുന്നില്ല, സമയം തീർന്നല്ലോ. ഇവിടെ ഇരിക്കുന്ന വിശ്വാസികളോട് ഞാനല്ല, പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, ഇന്ന് രാത്രി കുഴഞ്ഞു വീണാൽ, ഇപ്പോഴത്തെ ഒരു പുതിയ പദ്ധതിയാണല്ലോ സൈലന്റ് അറ്റാക്ക്. സൈലന്റ് വാലി അല്ല, സൈലന്റ് അറ്റാക്ക്. സ്തോത്രം. അടുത്ത് കിടക്കുന്നവരറിയത്തില്ല. ലാറ്റിനിലോ ടോയ്ലറ്റിലോ പോയാൽ അവിടെ ഇരുന്നങ്ങ് മരിച്ചോളൂ, ഒരു കുഴപ്പമില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമുക്കൊന്നും അഹങ്കരിക്കാനില്ല. അങ്ങനെയുള്ളതൊക്കെ വരുന്നതിനായി ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതൊക്കെ ഓർത്ത് വേണം ഇവിടെ ജീവിക്കാൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി അതിലൊന്ന് നമ്മിൽ സംഭവിച്ചാൽ, നമ്മൾ പലയിടത്തുള്ളത് വായിച്ചൊക്കെ കേട്ടു, കുടുംബത്തിൽ നടന്നതാണ്, നമുക്ക് സംഭവിച്ചില്ല. നമുക്കിന്ന് രാത്രി അത് സംഭവിച്ചാൽ നിന്റെ നിത്യത എവിടെയായിരിക്കും? ഇന്ന് രാത്രി കാഹളം കേട്ടാൽ നാളെ നീ ഇവിടെയായിരിക്കുമോ, അവിടെയായിരിക്കുമോ? ഒരു വാക്യം കൂടെ വായിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. മത്തായി 24:33. മത്തായി 24:33. അതിൻ്റെ അടുത്ത ഭാഗം വായിച്ച്. ഇതൊക്കെ കാണുമ്പോൾ, ഈ രാത്രി ഇതെല്ലാം നിങ്ങൾ കാണുമ്പോൾ, ഈ പറഞ്ഞതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഇത്തിരി പറയാനുണ്ട്. പറഞ്ഞതിൽ ഇതിലേതെങ്കിലും സംഭവിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, നമ്മുടെ മുമ്പിലെ നഗ്ന സത്യങ്ങളാണ്. ഇതിനെ ആരും നമുക്ക് വ്യാഖ്യാനിച്ചൊന്നും തരണ്ട. വ്യാഖ്യാനിക്കാതെ ഇത് നമുക്ക് മനസ്സിലാകും. ഇതെല്ലാം സംഭവിക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ യേശു ക്രിസ്തു അടുക്കെ വാതിൽക്കലോളം എത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ. ഈ രാത്രി വചനം കേട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്നലെ ജീവിച്ചതുപോലെ ജീവിച്ചാൽ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. ഇന്ന് ആയിരിക്കുന്നത് പോലെ ആയിരുന്നാൽ ചിലപ്പോൾ നമ്മൾ കൈവിടപ്പെട്ടു പോകും. ജീവിതങ്ങളെ ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ അവസ്ഥയിൽ ഒന്ന് തിരുത്തിയെടുക്കുവാൻ ഇന്ന് രാത്രി നമുക്ക് തയ്യാറാകാം.
ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ. യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവ് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ അടുത്തിരിക്കുകയാണ്. തിരുവചനം എന്ന നിയമം വച്ച് നോക്കുമ്പോൾ എൻ്റെ ഇന്നത്തെ ഈ അവസ്ഥ കൊണ്ട് നിത്യതയിലെത്താൻ കഴിയുമെന്ന് നിയമം വച്ച് പരിശോധിച്ചാൽ എനിക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഞാൻ പല വിഷയങ്ങളുടെ നടുവിൽ ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഈ ബന്ധപ്പാടുകളുടെ നടുവിൽ മറ്റേതെനിക്കൊരു കണിയായി തീരുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. അതുകൊണ്ട് കർത്താവ് ഇതുവരെ വന്നില്ല, അതെൻ്റെ ഭാഗ്യമാണ്. ഞാൻ ഇതുവരെ മരിച്ചില്ല, അത് ദൈവം എന്നോട് കാണിച്ച ദയയാണ്. കർത്താവേ, ഈ വിശ്വാസം, ഈ വിശുദ്ധി, ഈ ജീവിതം എനിക്ക് പോരാ. നിന്റെ വരവെങ്കിലും എടുക്കപ്പെടുവാൻ, ഇവിടെ മരണത്താൽ വേർതിരിക്കപ്പെട്ടാൽ നിത്യതയിൽ വന്നു ചേരുവാൻ, നീ ആഗ്രഹിക്കുന്ന വിശുദ്ധിയിലും നീ ആഗ്രഹിക്കുന്ന വിശ്വാസത്തിലും വിശ്വസ്തതയിലും ജീവിപ്പാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതിനായി എന്നെ സമർപ്പിക്കുന്നു. ഹൃദയത്തിൻ്റെ അകത്ത് ഇത് പോരാ, ഇനി ഞാൻ ആകേണം എന്ന് പരിശുദ്ധാത്മാവ് തൊട്ട് പറയുന്നു എങ്കിൽ നിങ്ങൾക്ക് ഇരിക്കുന്ന സ്ഥലത്ത് എഴുന്നേറ്റ് നിൽക്കാം.